സുഹൃത്തുക്കളെ, ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്നൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഈ പ്രത്യയശാസ്ത്രം എന്ന പ്രതിഭാസത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചയിലൂടെ ഒന്ന് നോക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്യാൻ വിചാരിക്കുന്നത്. പ്രത്യയശാസ്ത്രങ്ങൾ പൊതുവേ ചരിത്രപരമായോ ഹിസ്റ്റോറിക്കലായിട്ടോ അല്ലെങ്കിൽ സോഷ്യോളജിക്കലോ ആയിട്ടാണ് പ്രത്യയശാസ്ത്രങ്ങളെ പൊതുവേ ആൾക്കാർ സമീപിക്കുക. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. Ideology is a psychological phenomena rather than as historical currents or as sociological movements. അതാണ് ഞാൻ ശ്രമിക്കുന്ന കാര്യം. മനസ്സ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക പ്രവർത്തനം എന്നാണ് അർത്ഥം. അതുകൊണ്ട് മാനസിക പ്രതിഭാസങ്ങൾ എന്ന് പറയുമ്പോൾ മസ്തിഷ്ക പ്രതിഭാസങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. അത് നമ്മൾ മറന്നു പോകരുത്. സൈക്കോളജിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ന്യൂറോ സയൻസ് എന്നുള്ള അർത്ഥം കൂടി അത് വരുന്നുണ്ട്. പൊതുവേ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പം പറയുമ്പോഴൊക്കെ തന്നെ അത് മനുഷ്യർക്ക് പുറത്തുള്ള വേറെന്തോ ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ളൊരു സത്തയാണ് എന്ന നിലക്ക് നമ്മൾ വിചാരിക്കും. മാർക്സിസം ലെനിനിസം എവിടെയായിരിക്കുന്നത്? ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം എവിടെയായിരിക്കുന്നത്? അല്ലെങ്കിൽ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം, നാസി പ്രത്യയശാസ്ത്രം, ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ എവിടെയായിരിക്കുന്നത്? ഇതൊക്കെ മനുഷ്യ മസ്തിഷ്കത്തിലായിരിക്കുന്നത്. അതിന് പുറത്ത് ഇതിന് യാതൊരു അസ്തിത്വമില്ല. മനുഷ്യ മസ്തിഷ്കങ്ങൾക്കകത്താണ് ഇത് നിലനിൽക്കുന്നത്. നരയുടെ മഞ്ഞുകൾ ചിന്നിയ ഞങ്ങളുടെ തലകളിൽ മങ്ങിയൊതുങ്ങിയിരിപ്പൂ നിരവധി പുരുഷായുസിന്നപ്പുറമാളിയൊരോണപ്പൊൻകിരണങ്ങൾ. ഇതിപ്പോൾ പഴയ ഒരു സുവർണകാലത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മയാണ് വൈലോപ്പിള്ളി പറയുന്നത്. ഓണപ്പാട്ട് പറഞ്ഞ കവിതയിലാണ്. ഇതൊക്കെ ഇതുപോലെ മനുഷ്യ മസ്തിഷ്കത്തിനകത്ത് ഇതുപോലുള്ള ആശയങ്ങൾ, പഴയ കാലത്തെക്കുറിച്ചുള്ള സ്മരണകൾ കിടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പോയതിൽ നിന്നിനി എന്നോ വിരിയുന്നായതിലേക്കു കുതിക്കുകയാണിന്ന് ആയത വിശ്വാസത്തോടു ഞങ്ങളുടെ ഭാസുര ചിന്താ സങ്കല്പങ്ങൾ. ഇതൊക്കെ സങ്കല്പങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, പഴയകാലത്തെക്കുറിച്ചുള്ള മധുരസ്മരണകൾ, ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന മനസ്സും മസ്തിഷ്കവും തന്നെയാണ് ഇതിനെയൊക്കെ തന്നെ പ്രത്യയശാസ്ത്രമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, പൂർവ്വകാലത്തെക്കുറിച്ചുള്ള സുവർണകാലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇതുപോലെ ഉള്ള മനുഷ്യ സങ്കല്പങ്ങളൊക്കെ തന്നെയാണ് പ്രത്യയശാസ്ത്രങ്ങളാക്കി മാറ്റുന്നത്. അവിടെ ഞാൻ ഈ ചിത്രം കാണിച്ചത് വിരാത്തു ബുദ്ധിസ്റ്റ് ബിൻ ലാദൻ്റെ ചിത്രമാണ് കാണിച്ചത്. ബുദ്ധിസമാണ് അതെന്താവുന്നു? അതൊരു പ്രത്യയശാസ്ത്രമാവുന്നു. ആൾക്കാരെ കൊല്ലുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊക്കെ മനുഷ്യ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏതൊരു ഈ ഭാസുര ചിന്താ സങ്കല്പത്തെയും വേണമെങ്കിൽ പ്രത്യയശാസ്ത്രമാക്കി മാറ്റാൻ മനുഷ്യ മനസ്സിന് കഴിയും, മനുഷ്യ മസ്തിഷ്കത്തിന് കഴിയും എന്നാണ് ഞാൻ ആദ്യമായി പറയാൻ വരുന്നൊരു പോയിന്റ്. പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു വിശ്വാസങ്ങളുടെ കൂട്ടം എന്ന നിലക്കാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അല്ലാതെയും ഇതിനെ കാണാം. അത് ഒരു പ്രത്യേക ചിന്താ രീതിയായിട്ട് വേണം നമ്മളതിനെ കാണാൻ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഈ ദേശീയതയാവട്ടെ, വംശീയതയാവട്ടെ, മത തീവ്രവാദമാകട്ടെ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഈ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തന്നെ ഐഡിയോളജീസ് സൈക്കോളജിക്കൽ ഫിനോമിന എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് ചില പൊതു സ്വഭാവങ്ങളുണ്ടെന്ന് കാണാം. ഈ പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ വളരെ വ്യത്യസ്തമാണെന്ന് വിചാരിക്കുകയാണെങ്കിലും ഈ പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായ ചില പൊതു സ്വഭാവങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ യാദൃച്ഛികമായൊരു കാര്യമല്ല. പ്രത്യയശാസ്ത്രത്തിൻ്റെ കണ്ടന്റ് വളരെ വ്യത്യസ്തമായിരിക്കുമ്പോഴും ഈ പ്രത്യയശാസ്ത്ര ചിന്താ രീതിയുടെ അടിസ്ഥാന ഘടന ഒന്നാണെന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ തമ്മിൽ ഈ സാമ്യം ഉണ്ടാവുന്നത്. ഈ പ്രത്യയശാസ്ത്ര രീതിക്ക് രണ്ട് സവിശേഷതകളുണ്ട് എന്ന് പറയാം. ഒന്ന് ഒരു ഫിക്സഡ് ഡോക്ട്രിൻ എന്നുള്ളതാണ്. വേറൊന്ന് എക്സ്ക്ലൂസീവ് ഐഡൻറ്റിറ്റി കാറ്റഗറീസ്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത് ഞാൻ പറയാം, ലോകത്തിനെക്കുറിച്ച് നിശ്ചിതമായ ഒരു സിദ്ധാന്ത ചിത്രം, എ വെരി ഫിക്സഡ് ഡോക്ട്രിൻ അബൌട്ട് ദ വേൾഡ്, അതാണ്. രണ്ടാമത്തേത് ഈ നമ്മളും അവരും എന്നുള്ള വേർതിരിവ്. ആദ്യം നമുക്ക് ഈ ഫിക്സഡ് ഡോക്ട്രിൻ എന്നതിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ഇതിപ്പോൾ നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രമാണ്. അതുപോലെ തന്നെ സമൂഹമാകെ തന്നെ രണ്ട് ഗംഭീര ശത്രുപാളയങ്ങളായി പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന രണ്ട് വലിയ വർഗങ്ങളായി കൂടുതൽ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ബൂർഷ്വാസിയും തൊഴിലാളി വർഗവുമാണ് അവ. പ്രസിദ്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലുള്ള വാചകങ്ങളാണ്. അതുപോലെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ യുദ്ധം ചെയ്യണം. സ്ഥിരമായ പോരാട്ടം ജീവിത നിയമമായ ഈ ലോകത്ത് പോരാടാൻ ആഗ്രഹിക്കാത്തവന് നിലനിൽക്കാൻ അവകാശമില്ല. ഇത്
പിന്നെ നാസി പ്രത്യയശാസ്ത്രത്തിലെ മീൻ കാംഫിലെ വരികളാണ്. അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് ഈ ഇവരുടെ നാസികളുടെ അടിസ്ഥാന ലോകവീക്ഷണം പ്രതിഫലിപ്പിക്കുന്ന ഒരു വാചകമാണ് ഹിറ്റ്ലറിൻ്റെ. ഈ ലോകത്ത് വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ, വിവിധ വംശങ്ങൾ തമ്മിൽ ശാശ്വതമായ പോരാട്ടം, പെർമനൻറ്റ് സ്ട്രഗിൾ നടക്കുന്നു. അവിടെ ശക്തർ ദുർബലരെ അല്ലെങ്കിൽ താഴ്ന്നവർ എന്ന് കരുതപ്പെടുന്നവരെ കീഴടക്കാൻ, അവരെ കീഴടക്കാൻ ശക്തർക്ക് സ്വാഭാവിക അവകാശമുണ്ട് എന്നാണ് ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന ലോകവീക്ഷണം എന്നുള്ളതാണ്. അത് ഒരു ഫിക്സഡ് ഡോക്ട്രിനാണ്. ലോകം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവരുടെ അടിസ്ഥാന നിലപാടാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിന് റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തേത് ഡോക്ട്രിൻ അബൌട്ട് ദ വേൾഡ്, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ ഡോക്ട്രിനൽ കണ്ടന്റ് ഓഫ് ഐഡിയോളജി എന്നുള്ളതിന് 2 ഉപവിഭാഗങ്ങളുണ്ട്. ഇതാണ് 2 ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഉപഘടകങ്ങളിൽ ആദ്യത്തേത് ലോകത്തെക്കുറിച്ച് കൃത്യമായൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അത് നമ്മൾ പറഞ്ഞു, വർഗവൈരുദ്ധ്യം, വംശവൈരുദ്ധ്യം, ഇങ്ങനെയുള്ള വിവരണങ്ങൾ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. പിന്നെ ഈ ഡോക്ട്രിനൽ കമ്പോണൻ്റ് ഓഫ് ഐഡിയോളജിയുടെ 2ാമത്തെ ഘടകമാണ് ഈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൾക്കാർ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരുമായി ഇടപെടണം എന്ന് തുടങ്ങി പ്രകൃതിയെ എങ്ങനെ കാണണം, ഈ രാജ്യത്തിൻ്റെ പൂർവ്വചരിത്രത്തെ എങ്ങനെ കാണണം, എങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രിസ്ക്രിപ്ഷൻ ഒരു ഐഡിയോളജിയുടെ ഒരു അടിസ്ഥാന ഉപഘടകമാണ് അതിൻ്റെ ഡോക്ട്രിനൽ കമ്പോണൻറ്റിൻ്റെ. ഐഡിയോളജീസ് ആർ പ്രിസ്ക്രിപ്റ്റീവ് എന്നാണ്. ഈ ഡോക്ട്രിനൽ കമ്പോണൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ റിലേഷണൽ കമ്പോണൻ്റാണ്. എക്സ്ക്ലൂസീവ് ഐഡൻറ്റിറ്റി കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ അവർ നമ്മൾ എന്ന് തരംതിരിച്ച് കാണുക. അപ്പം അവരുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ചിട്ട് നമ്മുടെ ആൾക്കാർ എന്ന് കാണുന്ന ആൾക്കാരെ, ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരെ സഖാക്കളായും മിത്രങ്ങളായും ഒക്കെ കാണുക. ഈ അപരന്മാരായി കാണുന്നവരെ അവരെ ശത്രുതാപൂർവ്വമായിട്ട് കാണാം. നമ്മളല്ലാത്ത അവരെ മുഴുവൻ ശത്രുക്കളായി കാണുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഇൻ ഗ്രൂപ്പ് ഫേവറിറ്റിസം ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ഡിസ്ട്രസ്റ്റ്. അപ്പോൾ ആ 2 ഉപവിഭാഗങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രിജുഡീസ് ആൻഡ് ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സവർക്കറിൻ്റെ ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധ പുസ്തകം ഉണ്ടല്ലോ, ഹിന്ദുത്വ ഐഡിയോളജിയുടെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് പറയാവുന്ന പുസ്തകമാണ്. അതിൽ 2 ഉദ്ധരണികൾ സവർക്കർ കൊടുത്തിട്ടാണ്. അതിൽ ഓരോന്നും ഇതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തേത് സവർക്കറിന് എഴുതിയാണ്, 2ാമത്തേത് ഋഗ്വേദത്തിൽ നിന്ന് ഉദ്ധരണിയാണ്. ആദ്യത്തേത് ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷനാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ വരച്ചു വെച്ച് കാണാം. അതായത് സിന്ധു മുതൽ സമുദ്രം വരെ പരന്നു കിടക്കുന്ന ഈ ഭാരതഭൂമിയെ സ്വന്തം പിതൃഭൂമിയായും പുണ്യഭൂമിയായും കാണുന്നവനാരോ അവൻ ഹിന്ദു എന്നറിയുക. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. ഈ ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള ഉപഘടകം, റിലേഷണൽ കമ്പോണൻ്റ് 1ാമത്തെ ഉപഘടകം. 2ാമത്തെ ഉപഘടകം ഒരു ഋഗ്വേദ ഉദ്ധരണിയാണ്, ഇന്ദ്രനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? 7 നദികൾ സമ്പന്നമാക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷിതാവേ, അവിടുന്നിൻ്റെ അതിശക്തമായ ഇടിമിന്നലയച്ച് ഞങ്ങളുടെ ശത്രുക്കളായ ദസ്യുക്കളെ ഇല്ലാതാക്കണമേ. പോരിൽ ദസ്യുക്കളവെന്നതിൽ ഊറ്റം കൊണ്ടു നിൽക്കേ എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഈ ശത്രുക്കളോ അന്യർ, അവർ ശത്രുക്കളാണ്, അപരന്മാർ ശത്രുക്കളാണ്. അത് ആ 2 ഘടകവും നമുക്ക് കൃത്യമായിട്ട് ഹിന്ദുത്വയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ ഹിന്ദുത്വവാദികൾ ഇപ്പം ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഈ അപരവിദ്വേഷം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വാസ്തവത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങായിട്ട് ഇന്ന് പൊതുസമൂഹത്തെ ആവേശിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഹിന്ദുത്വ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിലിപ്പോൾ നമ്മൾ പോയിട്ട് അതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ പോലും നമ്മളെ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരൻ എന്നാണ് വിളിക്കുക. ഞാനൊക്കെ അങ്ങനെ സ്ഥിരം വിളി വെക്കുന്ന ആളാണ്. അവരെ എതിർക്കൊന്നും വേണ്ട, അതിൽ നമ്മൾ പങ്കെടുക്കാതിരുന്നാൽ മതി. അതാണ് ഇപ്പോഴത്തെ നില. എൻ്റെ ചെറുപ്പകാലത്ത് ഈ സംഗതി ഇത്രയധികം കണ്ടിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അന്ന് ഈ മുസ്ലിം വിരോധം തുടങ്ങിയിട്ടുള്ള ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നൊരു സംശയമില്ല. അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഞങ്ങളൊന്നും ചെറുപ്പത്തിൽ. അതേസമയം അന്നും ജനങ്ങളുടെ ചിന്താരീതിയെ സ്വാധീനിക്കുന്ന തരത്തിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനമുണ്ട്. അതാണ് ഞാൻ പ്രത്യയശാസ്ത്രം എന്നൊരു ചിന്താരീതിയാണ് എന്ന് ഞാൻ പറയുന്നത്. ഈ പ്രത്യയശാസ്ത്രം എന്ന ചിന്താരീതിയുടെ സ്വാധീനം പൊതുമണ്ഡലത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ളതാണ്. ഇത് 1979 ഒരു സിനിമയാണ്. 79 എനിക്ക് 18 വയസ്സാണ്. സംഘഗാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യകാലത്തെ ഒരു സിനിമയാണ്. എം സുകുമാരൻ്റെ കഥയാണ്.
എം സുകുമാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പിന്നെ എഴുത്തുകാരനാണ്, മരിച്ചിട്ടില്ലാത്ത സ്മാരകങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് പിന്നെ സംവിധാനം PA ബക്കർ 1979 അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നതാണിത്. ഇതിൻ്റെ ഏറ്റവും അവസാനം, നീ നിന്റെ രക്തത്തെ കണ്ടെത്തുക, തിരിച്ചറിയുക, സംഘം ചേരുക എന്നാണ് സംഘഗാനം എന്നുള്ളതിൻ്റെ അവസാനം പറയുന്ന കാര്യം. കൃത്യമായിട്ട് ഇത് എന്താണിത്? ഐഡിയോളജി, പ്രത്യയശാസ്ത്രം എന്ന ചിന്താരീതിയുടെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി, അത് ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഗതിയാണിത്. അത് ഞാൻ പറഞ്ഞത് പ്രത്യയശാസ്ത്രത്തിനുള്ളതിന് അടിസ്ഥാനമാനമായ 2 ഘടകങ്ങളും ഓരോന്നിനും 2 ഉപഘടകങ്ങളും ഉണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പോൾ അന്നൊന്നും ഇത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അന്നൊക്കെ നമ്മൾ പ്രത്യയശാസ്ത്രം ഇപ്പം നമ്മൾ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രമൊക്കെ തകരാറാണെന്ന് മനസ്സിലാക്കുമ്പോഴും ഈ പ്രത്യയശാസ്ത്രം എന്ന ചിന്താരീതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളത് അന്ന് മനസ്സിലായിട്ടില്ല. അത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മനസ്സിലാവുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് ഈ പ്രത്യയശാസ്ത്രം എന്നത് കേവലമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ കണ്ടന്റിൻ്റെ മാത്രം പ്രശ്നമല്ല. മാത്രം ഞാൻ പ്രത്യേകം പറയുന്നില്ല കേട്ടോ, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഒരുപോലെയാണ് എന്നല്ല പറയുന്നത്, അതിൻ്റെ കണ്ടന്റിലൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. എന്നിരിക്കലും ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. നമ്മൾ ഈ പ്രത്യയശാസ്ത്രം എന്ന ചിന്താരീതിയെ അതിന് തന്നെ മനസ്സിലാക്കി അതിന് തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വളരെ സവിശേഷമായ ആശയങ്ങളുടെയും ചട്ടങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു അടഞ്ഞ ലോകമാണ് പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് ഈ വിശ്വാസികളുടെ വിശ്വാസം വളരെ അചഞ്ചലമാണ്. വെരി റെസിസ്റ്റൻറ്റ് ടു എവിഡൻസ് എന്ന് പറയും. ഈ കറുപ്പിനും വെളുപ്പിനും അപ്പുറത്തുള്ള മറ്റ് സാധ്യതകൾ കാണിച്ചു തരുന്ന യാതൊരു തെളിവിൻ്റെ മുൻപിലും ഈ അടഞ്ഞ ലോകത്തിൻ്റെ ജനാലകൾ തുറക്കപ്പെടില്ല. ഇപ്പം നമ്മൾ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു ചങ്ങാതിയോട് പോയിട്ട് നമ്മൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വിശ്വാസപ്രകാരം അവർ പറയുന്ന പ്രത്യയശാസ്ത്ര ആശയപ്രകാരമല്ല ലോകത്ത് മാറ്റങ്ങൾ, സമൂഹ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിനൊരു സമീപകാല ജേണലിൽ വന്ന എൻ്റെ ഒരു അനുഭവത്തിന് ഞാൻ പറയുന്നത്, സമീപകാല ജേണലിൽ വന്ന ഒരു പേപ്പർ, പിയർ റിവ്യൂഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ കൊടുത്തു വിചാരിക്കാം. ഒരു ടവലെടുത്തിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ദൂരേക്ക് എറിഞ്ഞാളി. അത് എന്താണ്, ഇതിൻ്റെ മെത്തഡോളജിയേ ശരിയല്ല, അത് വായിക്കാൻ പോലും മെനക്കെടില്ല. ഇതാണല്ലേ അല്ലെങ്കിൽ തൂക്കിയെടുത്തിട്ട് കണ്ണൂർക്കാർ പറയുമ്പോൾ എടുത്ത് ചാടിക്കണം, അതാണ് വായിക്കില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള അവർ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കില്ല, വളരെ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഇറ്റ് ഈസ് വെരി റെസിസ്റ്റൻറ്റ് ടു എവിഡൻസ്. അവർ ആ എവിഡൻസ് നേരെ കണ്ണു തുറക്കുക പോലും ഇല്ല എന്നല്ല. ഐ വോണ്ട് ടച്ച് ഇറ്റ് വിത്ത് 6 foot pole എന്ന് പറഞ്ഞില്ല, അതുപോലെ. അപ്പോൾ അതുപോലെ ഈ ഫാസിസം ആയാലും ശരി, പിന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസം ആയാലും പരിസ്ഥിതി തീവ്രവാദമായാലും ഈ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, മത തീവ്രവാദമായാലും, ഇതൊക്കെ തന്നെ ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വളരെ സുനിശ്ചിതമായ ഭാവനാ പരിഹാരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആബ്സല്യൂട്ട് ആൻഡ് യൂട്ടോപ്പിയൻ ആൻസേഴ്സ് ടു സൊസൈറ്റൽ ട്രബിൾസ്. അതുപോലെ തന്നെ മനുഷ്യർ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രിസ്ക്രിപ്റ്റീവാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് മെൻറ്റാലിറ്റി രൂപപ്പെടുത്താനായിട്ട് അതിനനുസരിച്ചുള്ള പല ചിഹ്നങ്ങളും അനുഷ്ഠാനങ്ങളും. ഒരു കൊടിയൊക്കെ പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഒരു കൊടിമരമൊക്കെ കീറാന്നൊക്കെ പറഞ്ഞാൽ കൊലപാതകം നടക്കും അവിടെയൊക്കെ. ആ രീതിയിൽ പിന്നെ ഈ ചിഹ്നങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഏറ്റവും ആത്മാർത്ഥമായ ഉദ്ദേശങ്ങളാലും ഏറ്റവും ഉദാത്തമായ ആദർശങ്ങളാലും നയിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രങ്ങളിലും ഇതേ സവിശേഷതകൾ രൂപപ്പെട്ടു വരും. വ്യക്തിയുടെ അന്തസ്സും വ്യക്തിത്വത്തിൻ്റെ വികാസവും അഭിവൃദ്ധിയും ലഭ്യമാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ പോലും ഈ പ്രത്യയശാസ്ത്ര ചിന്താരീതിയിലേക്ക്, ഈ തത്വസംഹിതകളൊക്കെ പ്രത്യയശാസ്ത്ര ചിന്താരീതിയിലേക്ക് മാറാമെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എവറി കൈൻഡ് ഓഫ് കൾച്ചറൽ നറേറ്റീവ് യൂസ് ടു എക്സ്പ്ലെയിൻ ദ വേൾഡ് ക്യാൻ ടിപ്പ് ഇൻ ടു എ ടോട്ടലൈസിങ് ഐഡിയോളജി. മനുഷ്യ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഏതൊരു ആഖ്യാനവും ഒരു സമഗ്ര സ്വഭാവമുള്ള പ്രത്യയശാസ്ത്രമായി മാറാം. ഈ ആഖ്യാനങ്ങൾ രൂപപ്പെടുന്നത് മനുഷ്യ മസ്തിഷ്കങ്ങളാണ്. അവയെ ടോട്ടലൈസിങ് ഐഡിയോളജൈസ് ആക്കി മാറ്റാനും ഇതേ മനുഷ്യ മസ്തിഷ്കങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നാസ്തികത എന്നോ യുക്തിവാദമെന്നോ ഒക്കെയുള്ള ആശയങ്ങളെ മുൻനിർത്തി പൊതുപ്രവർത്തനം നടത്തുന്ന നമ്മളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യുക്തിവാദത്തെയും ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റാം, നാസ്തികതയെയും ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റാം. നമ്മൾ പരിചയമുള്ള പല നാസ്തികരും സോക്കോൾഡ് യുക്തിവാദികളുമൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഇവരതൊരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റി കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും.
അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലെങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ഗ്രൂപ്പിനുള്ള ഒരു ഗ്രൂപ്പ് നമ്മളും അവരും എന്നുള്ള വേർതിരിവ് വരാനും ഈ പ്രത്യയശാസ്ത്ര രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കാനും സാധ്യതയുണ്ടെന്നുള്ളത് ഇതാണ് നമ്മളൊരു അപകടമായ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ചിന്താരീതി നമ്മുടെ കാഴ്ചകളെ ഏകപക്ഷീയമാക്കുന്നു, നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളെയും സംശയങ്ങളെയും അടിച്ചമർത്തുകയും നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സർഗാത്മകതയെയും അത് കീഴ്പ്പെടുത്തുകയും ചെയ്യും എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഈ വളരെ കർക്കശവും അനുഷ്ഠാനബദ്ധവുമായ ഈ ചിന്താരീതി നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിക്കളയും. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ നേരത്തെ വളരെ സ്വതന്ത്രമായും വളരെ എനിക്കൊരു വളരെ ഓർമ്മയുള്ളൊരു കക്ഷിയുണ്ട്. ഞങ്ങൾ ഒരു കാലത്ത് അദ്ദേഹം വേറൊരു മെഡിക്കൽ കോളേജ്, ഞാൻ 2 മെഡിക്കൽ കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളൊരു ക്യാമ്പിൽ വെച്ച് പ്രകൃതി ഇതൊരു ക്യാമ്പ് നടക്കും കുറേ വർഷങ്ങളും. ഞാൻ ഒരു 3rd MBBS അങ്ങനെ പഠിക്കുന്ന കാലത്താണ് കണ്ടുമുട്ടുക. അപ്പോൾ വളരെ സൗകര്യത്തിനൊക്കെ സംസാരിച്ചിരുന്ന ഒരാളാണ്. ഒരുപാട് തമാശയൊക്കെ പറഞ്ഞു. ഒരു കൊല്ലം 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കക്ഷിയെ കാണുമ്പോൾ ഇയാളൊരു എന്താ പറയുക, ഒരു മാർക്സിസ്റ്റ് പെന്തക്കോസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാം അതിന്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ ചേർന്നിരിക്കുക. ഒരു തമാശയില്ല, ഫുൾ സീരിയസ്, ഭയങ്കരമായിട്ട് ലോകത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ തലയിലാണെന്നുള്ള മട്ടിൽ ഫുൾ സീരിയസ്, ഒന്നും പറയാൻ പറ്റൂല. ഇതല്ലേ ആളെ മാറിപ്പോയി. ഈ ഒരു സംഗതി നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. നിങ്ങൾ പ്രത്യയശാസ്ത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോകുന്ന ഒരു സംഗതി ഉണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും മാത്രമല്ല, ഇത് മസ്തിഷ്കത്തിനെ മൊത്തം മാറ്റുന്നു. ഈ ചിന്താരീതി മസ്തിഷ്കത്തിനെ മൊത്തം മാറ്റുന്നതാണ്. ഇതൊരു ചിന്താരീതിയുടെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞ വെച്ചാൽ എത്ര ഉദാത്തമായ ആശയങ്ങൾ, വളരെ എന്താ പറയുക, വളരെ വിശാലമായ, വളരെ ലിബറലായ എന്നൊക്കെ പോകുന്ന ചില ആശയങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ വളരെ നിസ്വാർത്ഥമായ ആശയങ്ങളൊക്കെ തുടങ്ങിയിട്ട് അത് എത്തിപ്പോകുന്നത് പ്രത്യയശാസ്ത്ര വഴിക്ക് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിലേക്കായിരിക്കും. ഓക്കെ, ഇത് പോൾ പോട്ടിൻ്റെ ചിത്രമാണ്. ഇദ്ദേഹം കംബോഡിയക്കാരനാണ്, നമുക്കറിയാലോ. പാരീസിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. 1951 ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. നാട്ടിൽ തിരിച്ചു വന്ന് കംബോഡിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നു. 1975 വരെ രാജഭരണത്തിനെതിരെ ഗറില്ല യുദ്ധം ചെയ്യുന്നു. 75 മൂപ്പര് അധികാരം പിടിച്ചെടുക്കുകയാണ്. പോൾ പോട്ടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ പിടിച്ചെടുക്കുക. പൂർണ്ണമായ സമത്വം, എന്തൊരു മനോഹരമായ ആശയമല്ലേ. പൂർണ്ണമായ സമത്വമാണ് ലക്ഷ്യമിടുന്നത്. കംബോഡിയ എല്ലാ മനുഷ്യരും തുല്യരാണ്, വലിയ വലിയ മുദ്രാവാക്യമാണ് എല്ലാവരും സമത്വം എന്നുള്ളത്. സമത്വം എന്നൊരാശയം മരിക്കയിൽ ഒരിക്കലും എന്നല്ലേ. അപ്പോൾ ഈ സമത്വം ഉണ്ടാക്കാൻ മഹത്തായ ആശയം നടപ്പാക്കാണ്. സ്വകാര്യത്വം നിരോധിച്ചു, മതം നിരോധിച്ചു. എല്ലാവരും ഒരേ തരം ഡ്രസ്സ് ഇടണം, എല്ലാവരും ഒരേ തരം ഡ്രസ്സ്, എല്ലാം സമത്വമാണ്. 4 കൊല്ലമാണ് നമ്മുടെ ഭരണം നടക്കുന്നത്. അതിനിടയിൽ ഒരു 13 ലക്ഷം അവരെ അങ്ങോട്ട് കൊന്നു തീർത്തു. 4 കൊല്ലം കൊണ്ട് 13 ലക്ഷം പേരെ കംബോഡിയയിൽ കൊന്നാണ്. മഹത്തായ ആശയമാണ്, സമത്വം നടപ്പിലാക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അദ്ദേഹം പിന്നെ ഈ സമയത്ത് ഇയാൾ വലിയ സമ്പാദ്യം ഉണ്ടാക്കാനോ ആഡംബര ജീവിതം നയിക്കാനോ കുടുംബ വാഴ്ച ഉണ്ടാക്കാനോ ഒന്നും പോൾ പോട്ട് ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകൻ എഴുതിയ ഒരു വാചകമാണ് ഞാൻ അടുത്ത കാലത്ത് ഒരു 2-3 കൊല്ലത്തിനിപ്പുറം ഒരു ആരാധകൻ എഴുതിയ വാക്കാണ് ഞാൻ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. സന്യാസ തുല്യമായ ലളിത ജീവിതം നയിച്ച. സത്യമാണ്, ഒരു തെറ്റുമില്ല. അവസാനം മരിക്കുന്നത് അങ്ങനെ തന്നെ, നിസ്വനായി നിർദ്ധനായ ഒരു അസുഖം പിടിച്ചൊക്കെ മരിക്കുകയാണ്. കട്ടിൽ കിടന്ന് മരിച്ചു കേട്ടോ. മറ്റു പല ആൾക്കാരെയും പോലെ അദ്ദേഹം വേറെ നിലക്കല്ല, കട്ടിൽ തന്നെ കിടന്ന് മരിച്ചു. സന്യാസതുല്യമായ ലളിത ജീവിതം നയിച്ച, തനിക്കായി സമ്പത്തിയോ പ്രസിദ്ധിയോ അധികാരമോ നേടിയെടുക്കാൻ ശ്രമിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം കംബോഡിയയിലെ തകർന്നുകൊണ്ടിരുന്ന കൊളോണിയൽ മുതലാളിത്തത്തെ അവസാനിപ്പിക്കുകയും തൻ്റെ രാജ്യത്തിൻ്റെ ഗ്രാമീണ പാരമ്പര്യത്തെ തിരിച്ചു പിടിച്ച് അവിടെ നിന്നും പുത്തനായ ഒരു രാജ്യത്തെ അടിത്തറയിൽ തുടങ്ങി പണിതുയർത്തുക എന്നതുമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇത് കുറേയൊക്കെ സത്യം തന്നെ, ഇതൊക്കെ സത്യമായിരിക്കും ഞാൻ വിചാരിക്കണം കേട്ടോ. അയാൾക്ക് അങ്ങനെ യാതൊരു ദുരുദ്ദേശവും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. നല്ല ഉദ്ദേശങ്ങളോടുകൂടി ചെയ്യുന്നതാണ്. റോഡ് ടു ഹെൽ ഈസ് പേവ്ഡ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻസ് എന്നല്ല പറയാം, അതാണ് പേവ്ഡ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻസ് ആണ്. അപ്പോൾ ഈ ഉന്നതമായ ലക്ഷ്യങ്ങളും മഹത്തായ സ്വപ്നങ്ങളുമൊക്കെ സാക്ഷാത്കരിക്കാനായി പ്രവർത്തിക്കുന്ന മസ്തിഷ്കങ്ങൾ ഐഡിയോളജിക്കൽ ബ്രെയിൻ ആണെങ്കിൽ, പ്രത്യയശാസ്ത്ര മസ്തിഷ്കമാണെങ്കിൽ അത് വലിയ എന്താ പറയുക മഹാദുരന്തങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുക എന്നതാണ് 20-ാം നൂറ്റാണ്ട് നമുക്ക് നൽകിയിട്ടുള്ള പാഠം.
ഈ പാഠം പഠിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല എന്നുള്ളതാണ് പക്ഷേ എന്താ പറയുക ഏറ്റവും കഷ്ടമായ കാര്യം. ഇന്നും ഇതേ ആശയത്തിനെ നല്ല ഭംഗിയായിട്ട് പ്രചരിപ്പിക്കുകയും ആൾക്കാരൊക്കെ അതിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് പ്രത്യയശാസ്ത്ര ചിന്താരീതിയെക്കുറിച്ചാണ്. ഈ ഒരു ചിന്താരീതിയുടെ അപകടമാണ് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഒരു പ്രത്യയശാസ്ത്രപരം വേറൊരു പ്രത്യയശാസ്ത്രം എടുത്തു വരുന്നതുകൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ബുദ്ധിസത്തിനെ പോലും എന്താക്കാൻ പറ്റും, ഒരു ബുദ്ധിസ്റ്റ് ബിൻ ലാദൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ ഐഡിയോളജി എന്നത് തന്നെ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. ഇത് ചിന്താരീതിയുടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പൊതുവെ ഒരു പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ധാരണകളെ, സാമൂഹ്യ ധാരണകളെ, അതിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ വിമർശിക്കും. അതൊക്കെ ശരിയാണ്, ചെയ്യേണ്ടതാണ്, അതിലും തർക്കമില്ല. പക്ഷേ വേറൊരു തരത്തിൽ കൂടി ഇത് വിമർശിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കങ്ങളെ ഈ പ്രത്യയശാസ്ത്രം എങ്ങനെ ബാധിക്കുന്നു? അത് മനുഷ്യരുടെ ചിന്താപരമായ ഫ്ലെക്സിബിലിറ്റിയെ തടയുന്നുണ്ടോ? മറ്റു മനുഷ്യരോട് അതിക്രമങ്ങൾ കാണിക്കാൻ അത് പ്രേരകമാവുന്നുണ്ടോ? ഇതുകൂടി നമ്മൾ വിചാരത്തിനും വിമർശനത്തിനും വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വിചാരിക്കുന്ന പോയിന്റ്. പ്രത്യയശാസ്ത്രങ്ങൾ ചെയ്യുന്നത് കേവലം നമ്മുടെ ജീവിതങ്ങളെ പൊതിയുക എന്നത് മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുകയും മസ്തിഷ്കങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ കേവലമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളെയും ഇഷ്ടാനിഷ്ടങ്ങളെയും മാത്രമല്ല, ഇവയുമായൊന്നും പ്രത്യക്ഷ ബന്ധമില്ലാത്ത അനേകം മസ്തിഷ്ക പ്രവർത്തനങ്ങളെയും ഈ പ്രത്യയശാസ്ത്രങ്ങൾ മാറ്റിമറിക്കുന്നു എന്നാണ് സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്താണ് പ്രത്യയശാസ്ത്ര ചിന്താരീതി? എന്താണ് പ്രത്യയശാസ്ത്ര ചിന്താരീതി എന്ന് നമ്മൾ പറഞ്ഞു. ഈ രീതിയിൽ ചിന്തിക്കുന്ന മസ്തിഷ്കത്തെ നമ്മൾ ഐഡിയോളജിക്കൽ ബ്രെയിൻ എന്ന് വിളിക്കാം. എന്താണ് പ്രത്യയശാസ്ത്ര മസ്തിഷ്കം, ഐഡിയോളജിക്കൽ ബ്രെയിൻ എന്നതിൻ്റെ സ്വഭാവം എന്നതിനെ കുറിച്ചിട്ട് ലിയോർ സ്മിഗ്രോഡ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂറോ സയൻറ്റിസ്റ്റ്, ഇവർ ഓക്സ്ഫോർഡിലുള്ളതാണ്, ഒരു ബ്രിട്ടീഷ് ന്യൂറോ സയൻറ്റിസ്റ്റാണ്. 2025 മാർച്ചിൽ വന്നൊരു പുസ്തകമാണിത്, ദി ഐഡിയോളജിക്കൽ ബ്രെയിൻ. നല്ലൊരു പുസ്തകമാണ് കേട്ടോ, ഐഡിയോളജിക്കൽ ബ്രെയിൻ. ഈ പുസ്തകത്തിൽ അവർ പറയുന്നൊരു കാര്യം ഇതാണ്. അവിടെ അതിൻ്റെ കോട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ ഐഡിയോളജിക്കൽ ബ്രെയിൻ ഈസ് എ ബ്രെയിൻ ദാറ്റ് ഈസ് കോഗ്നിറ്റീവ്ലി റിജിഡ്, ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ്, physiologically less sensitive to injustice and injury, neurobiologically receptive to addictive rituals and binary categories. ഇങ്ങനെ 5 കാര്യങ്ങളാണ് പറയുന്നത്, 5 പോയിന്റുകൾ. ആദ്യത്തേത് കോഗ്നിറ്റീവ് റിജിഡിറ്റി എന്നുള്ളതാണ്. അത് ഈ പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ ഒരു ഹോൾമാർക്കാണ് കോഗ്നിറ്റീവ് റിജിഡിറ്റി. ഇന്നത്തെ നമ്മുടെ പ്രശ്നത്തിൽ പ്രധാനമായിട്ടും നമുക്ക് വിവരിക്കാനുള്ളൊരു വിഷയം അതാണ്. നമ്മൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അത് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്, അത് ഞാൻ അതിന് പിന്നാലെ വരാം. ആദ്യം ബാക്കിയുള്ള ഓരോ ജസ്റ്റ് പറഞ്ഞങ്ങ് പോയേക്കാം. ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ് ആണ് പറയുന്നത്. അനിയന്ത്രിത വൈകാരികത, ഇത് പ്രത്യയശാസ്ത്ര മനുഷ്യരിൽ നമ്മൾ സ്ഥിരമായി കാണുന്നൊരു കാര്യമാണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ വെറുതെ 2 ചിത്രം കാണിച്ചാണ്. ആ ചിത്രങ്ങൾ കണ്ടാൽ അറിയാലോ നമുക്ക് എത്രത്തോളം ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ് ആണ് ഈ ആൾക്കാർ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഫിസിയോളജിക്കലി ലെസ് സെൻസിറ്റീവ് ടു ഇൻജസ്റ്റിസ് ആൻഡ് ഇഞ്ചുറി എന്നുള്ളതാണ്. ഇത് ഈ അനീതിയോടും അതിക്രമങ്ങളോടുമുള്ള ശാരീരിക പ്രതികരണം പ്രത്യയശാസ്ത്ര മനുഷ്യരിൽ താരതമ്യേന കുറവാണ്. ഇന്ന് ശാരീരിക പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു വിശദീകരിക്കാൻ ശ്രമിക്കാം. അവർക്കിപ്പോൾ നമ്മൾ ഈ ഇവർ ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ് എന്ന് പറഞ്ഞു. ഈ സ്വഗോത്രത്തിലെ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ അവർക്ക് വികാരാധീനരാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്താണ് ഈ ഫിസിയോളജിക്കലി ലെസ് സെൻസിറ്റീവ് ടു ഇഞ്ചുറി എന്ന് പറയുന്നത്, ഇഞ്ചുറി ആൻഡ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത്? ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് വ്യക്തമാക്കാം. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അവിടെ അടുത്ത ദിവസങ്ങളിൽ ഒരാളെ ഒരു 5 പേര് ചെന്ന് തല്ലിക്കൊന്നു. എന്താണ്, അയാൾ ഒരു ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞു. ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു. അതിൻ്റെ ചിത്രമാണ് കാണിച്ചത്. വളരെ സമാനതകളില്ലാത്ത വയലൻസാണ് എനിക്കത്. വലുതായിട്ട് ഒരു ജീവിതത്തിൽ ഇത്ര ഭീകരമായ ഇഞ്ചുറി കണ്ടില്ല എന്നൊക്കെയാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഭീകരമായ രീതിയിൽ ഇവർ അടിച്ച് ഒരാളെ കൊല്ലുകയാണ്. ആ വീഡിയോ കണ്ടാൽ നമുക്ക് വിൽ ഹാവ് എ ഫിസിയോളജിക്കൽ റിയാക്ഷൻ. നമ്മുടെ തൊണ്ടയിനത് ഇറുന്ന പോലെ നമുക്ക് തോന്നും, നെഞ്ചിറുന്ന പോലെ തോന്നും, കണ്ണ് നിറയും. ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ റിയാക്ഷൻ അവർക്കില്ല. ഈ തല്ലിക്കൊന്ന ഈ 5 പ്രത്യയശാസ്ത്ര മസ്തിഷ്കങ്ങൾക്കും അവർ ബംഗ്ലാദേശി അവരനാണ് എന്ന നിലയാണ് തല്ലിക്കൊന്നത്. അതൊരു ഐഡിയോളജിക്കൽ ബ്രെയിനാണിത്. ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ഇൻജസ്റ്റിസ് ആൻഡ് ഇഞ്ചുറി. വലിയൊരു അനീതിയും വലിയൊരു അതിക്രമവും ആണ് ചെയ്യുന്നത് എന്നുള്ള അതിനോട് അവർക്ക് റെസ്പോൺസ് ഇല്ല. പക്ഷെ വേറെ ഏതൊരു മനുഷ്യനും ഇതിങ്ങനെ കണ്ടാൽ അതൊരു മനുഷ്യനല്ലേ എന്ന് തോന്നും, ചെയ്യാൻ പാടില്ലെന്ന് തോന്നും. പ്രത്യയശാസ്ത്ര മസ്തിഷ്കം ഇല്ലാത്തൊരു സംഗതിയാണ്. ദേ ആർ ലെസ് സെൻസിറ്റീവ് ടു ഇൻജസ്റ്റിസ് ആൻഡ് ഇഞ്ചുറി. ആ വീഡിയോ കണ്ടാൽ പോലും നമുക്ക് വിൽ ഹാവ് എ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ടു ദാറ്റ്.
എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്. എങ്ങ് മനുഷ്യന്, എവിടെയാണോ മനുഷ്യൻ്റെ കൈകളിൽ ചങ്ങലിടുന്നത് അവിടെ എൻ്റെ കൈകളാണ് വേദനിക്കുന്നത്. എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താവുന്നു. നമുക്ക് അടികൊള്ളുന്ന പോലും. ഇതാണ് ലിബറൽ മനുഷ്യരുടെ. ലിബറൽ എന്നൊരു തെറിവാക്കാ മലയാളത്തിൽ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഒരു കുഴപ്പമില്ല, ഞാൻ ലിബറലാണ്. ഉദാര മനസ്ഥിതി, ഉദാരത എന്നുള്ള എന്താ കുഴപ്പം? നല്ല വാക്കല്ലേ? ഞാൻ ലിബറലാണ്, ഒരു തെറ്റുമില്ല. ഇതൊക്കെ എന്താണ്? ലിബറലോളികൾ എന്നാണ് അതെൻ്റെ വാക്കല്ലേ, ലിബറലോളികൾ. ഞാൻ എന്നാൽ ലിബറലോളി തന്നെ. അപ്പോൾ ലിബറലായിട്ടുള്ള മനുഷ്യന്മാർ, അപ്പോൾ ഈ ലിബറലായ മനുഷ്യരുടെ അവസ്ഥ ഇതാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താവുന്നു. ഈ ഐഡിയോളജിക്കൽ മസ്തിഷ്കങ്ങൾ ദേ ആർ ലെസ് സെൻസിറ്റീവ്. അവർക്ക് അങ്ങനെ പ്രശ്നമില്ല. ഒരാൾ അടികൊള്ളുന്നുള്ള അവരെ അങ്ങനെ പിന്നെ ബേജാറാക്കുന്നില്ല. അവർക്കതൊരു മാനസികമായോ ശാരീരികമായോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അതാണ് ആ ഒരു പ്രോബ്ലം. പിന്നെ അടുത്ത ഒരു പിന്നെ ക്യാരക്ടർ പറയുന്നത് ന്യൂറോബയോളജിക്കലി റിസപ്റ്റീവ് ടു അഡിക്റ്റീവ് റിച്വൽസ് എന്നാണ്. അനുഷ്ഠാനങ്ങളോട് ഉള്ള അനുഷ്ഠാന മസ്തിഷ്കങ്ങളാണ് ശരിക്കും ഈ പിന്നെ മനുഷ്യർ പൊതുവെ അനുഷ്ഠാനപ്രിയരാണ്. ഈ പ്രത്യയശാസ്ത്ര മസ്തിഷ്കങ്ങൾ വളരെ അനുഷ്ഠാന പ്രേമികളാണ് എന്ന് പറയാം. അനുഷ്ഠാന താല്പര്യമുണ്ട് അവർക്ക്. മതാനുഷ്ഠാനങ്ങൾ, മാർച്ച് പാസ്റ്റുകൾ, മഹാസമ്മേളനങ്ങൾ, ഇതൊക്കെ ഈ പ്രത്യയശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ അടിമുടി അനുഷ്ഠാന നിർഭരമായ ഏർപ്പാടുകളാണ്. മരിച്ചു കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിൻ്റെ കൊടി കൊണ്ട് പുതപ്പിക്കുക, അത് വലിയൊരു സംഗതിയാണ്. അതിനുവേണ്ടി മാത്രം, അതൊന്ന് മഹാകാര്യമായി വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. മരിച്ചു കഴിഞ്ഞ് ശരീരത്തിനെ ഈ കൊടി കൊണ്ട് പുതപ്പിക്കുക എന്നുള്ളത് എന്തോ വലിയൊരു കാര്യമായിട്ട് പറയുകയും ജീവിതകാലം ഒരു അഭിലാഷമായി കൊണ്ടുവരിക. ഇതാണ് ആ അനുഷ്ഠാനപ്രിയത എന്ന് ഞാൻ പറയുന്നത്. ന്യൂറോബയോളജിക്കലി റിസപ്റ്റീവ് ടു ബൈനറി കാറ്റഗറീസ് ആണ് അഞ്ചാമത്തെ വിഷയം. അതായത് ലോകത്തെ മൊത്തം പിന്നെ കറുപ്പും വെളുപ്പമായി കാണുക, അതായത് വളരെ ബൈനറി ആയിട്ട് കാണാം. അപ്പോൾ അതാണ് പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ രീതി. ശക്തർ, ദുർബലർ, നല്ലത്, ചീത്ത, മിത്രം, ശത്രു, ശുദ്ധം, അശുദ്ധം, ആണ്, പെണ്ണ്, ഇങ്ങനെ ബൈനറികളായിട്ട് ലോകത്തെ കാണുന്നുള്ളത് ഈ പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ ഒരു സ്വാഭാവിക രീതിയാണ്. ഇനി നമ്മൾ ഒന്നാമത് പറഞ്ഞ റിജിഡിറ്റി എന്നുള്ള വിഷയത്തിലേക്ക് പോവാം. ഇതാണ് പ്രത്യയശാസ്ത്ര ചിന്താരീതിയുടെ അടിസ്ഥാന സ്വഭാവം. അതാണ് നമുക്ക് കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം. ഈ പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ മസ്തിഷ്കം എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു പോകട്ടെ, ഒരു അതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവില്ല. മനുഷ്യ മസ്തിഷ്കം കൊള്ളാം, ശരിയായി. അപ്പം ഈ പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ ഈ റിജിഡിറ്റി എന്ന് പറയുമ്പം ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കട്ടെ. അതാണ് റിജിഡിറ്റി എന്ന് ഫ്ലെക്സിബിലിറ്റി പറയുമ്പോഴാണ് മനസ്സിലായി. എന്താണ് ഫ്ലെക്സിബിലിറ്റി? വിശ്വസനീയമായ, നേരത്തെ പിന്നെ സെബാസ്റ്റ്യനൊക്കെ പറഞ്ഞൊരു വിഷയമാണത്. തെളിവുകൾ കണ്ടാൽ അതനുസരിച്ച് നമ്മുടെ വിശ്വാസങ്ങളെ മോഡിഫൈ ചെയ്യാം, വ്യത്യാസപ്പെടുത്താം. അതിനുള്ള കഴിവാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എന്തെല്ലാം തെളിവുകൾ കണ്ടാലും അതൊന്നും ശ്രദ്ധിക്കാതെ എന്താണോ തനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടത്, അതല്ലെങ്കിൽ ആചാര്യന്മാരെന്താണോ വിശ്വസിച്ച് പോന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ എന്താണോ പറഞ്ഞു പോരുന്നത്, അതിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് റിജിഡിറ്റി. അത് ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്കയാണ്. അപ്പം ഇത് കേവലം എന്താ പറയുക, സാമൂഹ്യ, ധാർമ്മിക, രാഷ്ട്രീയ വിഷയങ്ങളിലെ അഭിപ്രായങ്ങളിൽ മാത്രമല്ല എന്നുള്ളതാണ് ഒരു വിഷയം. ഐഡിയോളജിക്കൽ ബ്രെയിനിൻ്റെ ഈ റിജിഡിറ്റി അബോധപൂർവമായ പ്രതികരണങ്ങളിൽ പോലും നമുക്ക് കാണാം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നൊരു കാര്യം. അതായത് ഒരാളുടെ മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി അളക്കാൻ പറ്റും. അങ്ങനെ അളന്നാൽ നിങ്ങളുടെ മസ്തിഷ്കം എത്രത്തോളം ഐഡിയോളജിക്കൽ ബ്രെയിനാണ് എന്ന് പറഞ്ഞാൽ അത് അളക്കാൻ പറ്റുന്നതാണ്. ഐഡിയോളജിക്കൽ ബ്രെയിൻ ആണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് സൈക്കോളജിസ്റ്റുകൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ദിസ് എ ഹോൾമാർക്ക് ഓഫ് ഐഡിയോളജിക്കൽ ബ്രെയിൻ എന്നുള്ള നിലക്ക്. ഇപ്പോൾ മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി വിലയിരുത്താനുള്ള ഒരു ടെസ്റ്റാണ്, ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റാണ് വിസ്കോൻസിൻ കാർഡ് സോർട്ടിംഗ് ടെസ്റ്റ്. ഇതൊരു ഓൺലൈൻ ടെസ്റ്റായിട്ട് നമുക്കൊക്കെ വേണമെങ്കിൽ എടുത്തു നോക്കാം. ഫോണിൽ നോക്കിയാൽ നമുക്ക് അവിടെ എത്താം, പക്ഷേ ഫോണിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് നോക്കിയിട്ട് പറ്റിയില്ല. ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ വേണ്ടി വരും. ലാപ്ടോപ്പിലാണ് ഞാൻ ചെയ്ത് നോക്കിയത് കേട്ടോ. നമുക്കൊക്കെ നോക്കാം നമ്മുടെയൊക്കെ ഫ്ലെക്സിബിലിറ്റി എത്ര ഉണ്ട് നോക്കാം. ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്ത് നോക്കിയത്. ഞാൻ ആ ടെസ്റ്റ് എടുത്തു. അതിന് ടെസ്റ്റ് എടുത്തതിൻ്റെ റിസൾട്ട് കാര്യമൊക്കെ ഞങ്ങൾക്ക് പറയാം. ആ ടെസ്റ്റ് എടുത്ത ശേഷം
ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി ഒരിക്കൽ കൂടി അത് ആവർത്തിച്ച് 2 മിനിറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണിച്ചു തന്നിട്ട് ഞാൻ ടെസ്റ്റ് ഒന്ന് വിവരിച്ച് തരാൻ നോക്കാം. നമ്മൾ ആദ്യം ഈ ടെസ്റ്റിലേക്ക് കിടക്കുമ്പോൾ കാണുന്നത് ഇൻസ്ട്രക്ഷൻസ് കാണാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് വരും. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു ആ സ്ക്രീനിൽ കാണുക, ഇടത്ത് ഭാഗത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു കാർഡ് കാണാം. അതിൻ്റെ മേലെ ഭാഗത്ത് 4 കാർഡുകൾ കാണാം. ഈ 4 കാർഡിൽ ഈ താഴെയുള്ള കാർഡുമായിട്ട് പൊരുത്തപ്പെടുന്ന കാർഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ സ്ലൈഡിലെ ചിത്രം നോക്കിയാൽ താഴെ കാണുന്നത് 3 റെഡ് ട്രയാങ്കിൾസ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കളർ അനുസരിച്ച്, അപ്പോൾ ഇത് 3 നിയമങ്ങൾ വെച്ച് നമുക്കിത് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കളർ വെച്ച് മാച്ച് ചെയ്യാം. അപ്പോൾ കളർ അനുസരിച്ചാണ് മാച്ച് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാർഡ് കൊണ്ട് ക്ലിക്ക് ചെയ്യാം. കാരണം എന്താ, 2 ചുവപ്പ് നിറാണ്. ഇനി ഷേപ്പ് അനുസരിച്ചാണ് മാച്ച് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ കാർഡിൽ ക്ലിക്ക് ചെയ്യണം. 2 ട്രയാങ്കിൾ ആണല്ലോ. അല്ല, നമ്പർ അനുസരിച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ 3-ാമത്തെ കാർഡിൽ ക്ലിക്ക് ചെയ്യണം. അത് 2 നമ്പർ സെയിം ആണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ എന്താ വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ നിയമങ്ങൾ മാറും. അത് എപ്പോഴാണ് മാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 8, 10, 12 എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മാറുന്ന സമയത്ത് ആ നിയമം പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി. 4-ാമത്തെ, സോറി ഞാനിത് പറഞ്ഞ മാറിപ്പോയതാണേ. എണ്ണം അനുസരിച്ചാണ് 4-ാമത്തെ ക്ലിക്ക് ചെയ്യണം. യു വുഡ് സെലക്ട് ദ 4th കാർഡ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാനത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. കറക്റ്റ് തന്നെ ഇൻസ്ട്രക്ഷൻ തന്നെ കറക്റ്റാണ്, അതിൽ എഴുതിയത് കറക്റ്റാണ്. യു വുഡ് സെലക്ട് ദ 4th കാർഡ്. If you match according to color, you would click the first card. If you match according to shape, you would select the second card. If you match according to number, you would select the 4th card. ശരി, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ കാണിച്ച് തരാൻ നോക്കാം. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ 2, 3 ആയി പോകും കേട്ടോ. അത് കുഴപ്പമില്ല. ബാക്കി പാടി നീട്ടി ലഘുക്കളെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളങ്ങ് ശരിയാക്കിയാൽ മതി. ശരി, എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലോ എന്ന് പറഞ്ഞ പോലെ. ശരി, അങ്ങനെ നമ്മൾ ടെസ്റ്റ് തുടങ്ങുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് കണ്ടില്ലേ, ഇടത് ഭാഗത്ത് താഴെ നമ്മൾ 2 നക്ഷത്രങ്ങളാണ് കണ്ടത്. അതുമായിട്ട് പൊരുത്തപ്പെടുന്ന കാർഡ് നമ്മൾ സെലക്ട് ചെയ്തത് 4-ാമത്തേതാണ്. എന്താ വെച്ചാൽ നിറം കൊണ്ടും ഷേപ്പ് കൊണ്ടും പൊരുത്തമുള്ളതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തതാണ്. കറക്റ്റായിട്ട് വന്നു, അത് കറക്റ്റായി വന്നു. അപ്പോൾ നമുക്കൊരു ഹാപ്പി മ്യൂസിക് വന്നു, നമുക്കൊരു ഡോപ്പമിൻ റിഷ് കിട്ടി. നമ്മൾ ജയിച്ചു, കളി ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്ത കളി നമ്മൾ വീണ്ടും ചെയ്യണു. നോന്ന് വന്നു. കാരണം അപ്പോൾ അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ചുവന്ന സ്റ്റാറാണ്. നിറം കൊണ്ടുള്ള പൊരുത്ത് നോക്കിയിട്ട് നമ്മൾ 1-ാമത്തെ കാർഡിൽ ക്ലിക്ക് ചെയ്തു, പക്ഷെ തെറ്റിപ്പോയി, റോങ് എന്ന് വന്നു. ഒരു നിരാശാ സംഗീതം വന്നു. അപ്പോൾ പക്ഷെ നമുക്ക് എന്തുകൊണ്ട് നിയമം പിടികിട്ടി. മീനൊന്ന് പോയാലും പൂച്ചയുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു കളി തോറ്റാൽ നമുക്ക് എന്താണ് നിയമം എന്ന് പിടികിട്ടി. ഷേപ്പിൻ്റെ പൊരുത്താണ് നോക്കേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ കളി തുടരുകയാണ്. തെറ്റി. അപ്പോൾ അതുവരെ നമ്മൾ ശരിയായിട്ട് പോകുന്നതാ. എത്ര 7 എണ്ണം നമുക്ക് അതേ നിയമം വെച്ച് പോയി. അടുത്ത തവണ അതേ നിയമം അനുസരിച്ച് കളിച്ചപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. അതാണ് ഈ കളിയിലെ കുരുക്ക്. കാരണം നിയമം പെട്ടെന്ന് മാറി. അപ്പോൾ ഇത് അപ്രതീക്ഷിതമായ ഏതെങ്കിലും ഘട്ടത്തിലായി നിയമം മാറുന്നത്. അതൊന്ന് ഷേപ്പിൻ്റെ നിയമമോ കളറിൻ്റെ നിയമമോ നമ്പറോ ആവാം. ഈ കളിയുടെ നിയമം മാറി എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഫ്ലെക്സിബിളായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 പച്ച ട്രയാങ്കിൾ വന്നപ്പോൾ അത് ഷേപ്പ് നിയമം അനുസരിച്ചിട്ട് നമ്മൾ പച്ച ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അത് ഷേപ്പല്ല, നിറവുമല്ല, പുതിയ നിയമം എന്ന് മനസ്സിലായി. നമ്പറാണ് പുതിയ നിയമം എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ വീണ്ടും കളി തുടങ്ങുന്നതാണ്.
ഇത് നമ്പർ അനുസരിച്ചാണ് പോണത്. ഒക്കെ നമ്പർ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നിയമം മാറി. അത് 9 തവണ കഴിഞ്ഞപ്പോൾ നിയമം മാറി. അപ്പോൾ ഇനി വരുന്നത് കളറിൻ്റെ നിയമമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് കളി പോവുക. അങ്ങനെ 60 തവണ ഇതേ കളി ആവർത്തിക്കും. എന്നിട്ടാണ് നമ്മുടെ സ്കോർ, എത്ര തെറ്റുകൾ നമ്മൾ വരുത്തി എന്നുള്ളത്. അത് എൻ്റെ സ്കോർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്കോർ. അതിൽ മൊത്തം 7 തെറ്റുകളാണ് എനിക്ക് പറ്റിയത്. 60 തവണ കളിച്ചപ്പോൾ 7 തെറ്റ് പറ്റി. അതിൽ 6 എണ്ണം പെർസിവേഷൻ എറേഴ്സ് ആണ്. പെർസിവേഷൻ എറേഴ്സ്, അതായത് നിയമം മാറിയിട്ടും പഴയ നിയമം വെച്ച് തന്നെ കളിച്ചു വരാണ് പെർസിവറേഷൻ എന്ന് പറയുന്നത്. അതായത് 60 ഗെയിമുകളിൽ 10% പെർസിവറേഷൻ എറേഴ്സാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ കാരണം നിയമം മാറുമ്പോൾ 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ സാധ്യമാണ്. ഒന്ന് ഫ്ലെക്സിബിൾ റെസ്പോൺസ്, ഉടനെ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിയമം മാറിയതനുസരിച്ച് നമ്മുടെ കളി മാറ്റുന്നു, പ്രതികരണം മാറ്റുന്നു. റിജിഡ് റെസ്പോൺസ് എന്താണ്? നിയമം മാറിയിട്ട് നമ്മൾ പഴയ നിയമം തന്നെ പിന്തുടരുന്നു. അതായത് പെർസിവറേഷൻ എറേഴ്സ് സൂചിപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ കോഗ്നിറ്റീവ് റിജിഡിറ്റി ഉണ്ടെന്നുള്ളതാണ്. എത്രത്തോളം ഈ തെറ്റുകൾ കുറയുന്നു അത്രത്തോളം കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി പിന്നെ കൂടുന്നു എന്നാണ് വെപ്പ്. എൻ്റെ റിസൾട്ട് അനുസരിച്ച് നോക്കുമ്പോൾ പൊതുസമൂഹത്തിലെ ഏറ്റവും കൂടുതൽ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉള്ള 10 മുതൽ 15% വരെ ആൾക്കാരിൽ ദിസ് ഓൾഡ് മാൻ പെടുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നവരിൽ മഹാഭൂരിപക്ഷത്തിനും ഇതിൽ ബെറ്ററോ ആയിട്ടുള്ള സ്കോർ ആയിരിക്കും കിട്ടുക. കാരണം നമ്മളൊക്കെ സ്വതന്ത്ര ചിന്തകരനാണ് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മളിവിടെ എത്തിക്കുന്നത്. അവിടെ നമ്മുടെയൊക്കെ ഫ്ലെക്സിബിലിറ്റി റേഞ്ച് ഇതിൻ്റെ ഇങ്ങേ അറ്റത്തായിരിക്കും, 10-15% അകത്തായിരിക്കും വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സ്വതന്ത്ര ചിന്തകരനാണ് ബോധപൂർവ്വം പറഞ്ഞത്, ഇടതുപക്ഷക്കാർ അല്ല കേട്ടോ. ഇടതുപക്ഷമായതുകൊണ്ട് ആയിക്കോളുന്നില്ല, അതിലേക്ക് വരുന്നില്ല നമ്മൾ. ഈ പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് വിഷയത്തിൽ ഇടതും വലതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ വളരെ വിശദമായി സംസാരിച്ചുള്ളൊരു കാര്യമാണ്. അത് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പൊതു നിലപാട് എങ്ങനെയെന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു പൊതുവെയുള്ള ധാരണ, ഈ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റിയുടെ പല വ്യത്യാസങ്ങളുണ്ട്. ഇടതും വലതും തമ്മിലുള്ള പല വ്യത്യാസങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ വലതുപക്ഷക്കാർ കോഗ്നിറ്റീവ്ലി റിജിഡിറ്റി ഓഫ് ദ റൈറ്റ്, ലെഫ്റ്റ് ആൾക്കാർ കുറച്ച് കോഗ്നിറ്റീവ്ലി ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നാണ് പൊതുവേ വിചാരിച്ചു പോന്നിരുന്നത്. പക്ഷേ ഈ സ്മിഗ്രോഡിൻ്റെ ഒരു പഠനം നടത്തിയവർ അപ്പോൾ അതിൽ അവർ കാണുന്നത് വ്യത്യസ്തമായ റിസൾട്ടാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഒരു 700 അമേരിക്കാരെ വെച്ചിട്ട് ലിയോർ സ്മിഗ്രോഡ് നടത്തിയ പഠനത്തിൽ അവർ പൊളിറ്റിക്കൽ പാർട്ടിസാൻഷിപ്പ്, ഗ്രാഫ് നീക്കമൊക്കെ കാണാം. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ പാർട്ടിസാൻഷിപ്പ്, മറ്റേ ഭാഗത്ത് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ആ സെൻറ്ററിലാണ് ഒരു പാർട്ടിസാൻഷിപ്പ് ഇല്ലാത്ത ഒരാൾ ആ സീറോന്നുള്ളിടത്ത് ഉണ്ടാവുക. വലത്തോട്ട് വരുമ്പം വലതുപക്ഷ വ്യതിയാനം, ഇടത്തോട്ട് പോകുമ്പോൾ ഇടതുപക്ഷം. ഇങ്ങനെ ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീമിൽ മുണ്ടൂർ രാവുണ്യൊക്കെ ഉണ്ടാവും. ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീമിൽ പെട്ടെന്നൊരു പേര് പറഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങ് വലത് അറ്റത്ത് തൊഗാഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കണം. അപ്പം ഇതിൽ ഇപ്പം ഇതിൻ്റെ എങ്ങനെ കാണുന്നത് വെച്ചാൽ, ഈ ഒരു ഗ്രാഫ് നമ്മൾ കാണുന്നുണ്ട്, ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല പോകുന്നതാണ്. ഇത് വരുന്നത് ഒരു പരാബോളയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറെക്കുറെ ഒരു മഴവില്ലിൻ്റെ ആകൃതിയിലാണ് പിന്നെ ഗ്രാഫ് വരുന്നത്. അതായത് റിജിഡിറ്റി ഓഫ് ദ റൈറ്റ് എന്നല്ല നമ്മൾ കാണുന്നത്, റിജിഡിറ്റി ഓഫ് ദ എക്സ്ട്രീംസ്. 2 എക്സ്ട്രീമിലും ആൾക്കാർ കോഗ്നിറ്റീവ്ലി റിജിഡാണ്. സെൻട്രലോട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി കോഗ്നിറ്റീവ്ലി ഏറ്റവും ഫ്ലെക്സിബിലിറ്റിയിലെ ആൾക്കാർ നടുവിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. കടുത്ത ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും രണ്ടുപേരിലും കോഗ്നിറ്റീവ് റിജിഡിറ്റി കൂടുതലാണ്. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത കുറയും തോറും കോഗ്നിറ്റീവ് റിജിഡിറ്റി കുറയും, അതായത് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി കൂടും. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഒരു പാരബോൾ ആകൃതിയിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കുന്നത് വെച്ചാൽ, അപ്പോൾ ഈ തെറ്റാണല്ലേ, ഈ ഒരു പിന്നെ ലെഫ്റ്റ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ
അത്ര തിരക്ക് പിടിച്ച് പറയാം, നോട്ട് സോ ഫാസ്റ്റ്. കാരണം നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പാരബോളയുടെ പീക്ക് വരുന്നത് കണ്ടോ, അത് ഇടത് വലത് കണ്ടിന്യൂവത്തിൻ്റെ കൃത്യം മധ്യത്തിലല്ല, കുറച്ച് ഇടത് മാറിയിട്ടാണ്. മനസ്സിലായ, കുറച്ച് ഇടത് മാറിയാണ്. അപ്പോൾ ഏറ്റവും കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് പ്രത്യയശാസ്ത്ര ബാധയില്ലാത്ത അതേസമയം ഇടതുപക്ഷ ചായ്വുള്ള ഞാനും അരുണൊക്കെ പോലുള്ള ആൾക്കാരാണ് കുറേ കൂടി കോഗ്നിറ്റീവ്ലി ഫ്ലെക്സിബിൾ എന്നാണ് പിന്നെ ലിവർസ് മിഗ്രോഡ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴും കോഗ്നിറ്റീവ്ലി ലെഫ്റ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ, ബട്ട് പ്രത്യയശാസ്ത്ര ഈ ചായ്വ് കുറഞ്ഞ ഒരു ലെഫ്റ്റ്, അതിൻ്റെ പുറകിൽ കുറച്ച് ലെഫ്റ്റിലേക്കാണ് ഇതിൻ്റെ പാരബോളയുടെ അറ്റം പോയിരിക്കുന്നത്, അഗ്രം പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ കാർഡുകളിലെ ചിത്രരൂപങ്ങളിൽ ഉള്ളതടക്കം ഏതൊരു തരം അറിവിനെയും കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ മസ്തിഷ്കം പ്രദർശിപ്പിക്കുന്ന റിജിഡിറ്റി എന്നത് പ്രത്യയശാസ്ത്രപരമായ തിരഞ്ഞെടുപ്പുകളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ വികസിത മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ അടക്കം ബാധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ നമുക്ക് ഇവിടെയും കണ്ടെത്താം. ആ പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ എന്താ പറയുക ലക്ഷണങ്ങൾ നമുക്ക് ഏറ്റവും അബോധപൂർവമായ പ്രവർത്തനങ്ങളിൽ പോലും കണ്ടെത്താൻ പറ്റുന്നതാണ്. ഈ കോഗ്നിറ്റീവ് റിജിഡിറ്റി എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ സൂചകമായി നമുക്ക് കണക്കാക്കാം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ കോഗ്നിറ്റീവ് റിജിഡിറ്റി അധികമായിട്ടുള്ള ആൾക്കാർക്ക് സ്വന്തം വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികളായി അപരരായി കണക്കാക്കുന്ന വ്യക്തികൾക്കെതിരെ അതിക്രമം നടത്താനുള്ള പ്രവണത കൂടുതലാണ്. ഒരു പഠനമുണ്ട് അങ്ങനെ. ആ പഠനം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ. ആ പഠനത്തിന് ഞാൻ ഡീറ്റെയിലേക്ക് പോയിട്ടില്ല, അതിൻ്റെ കൺക്ലൂഷൻ പാർട്ട് മാത്രമേ ഞാൻ പറയുന്നത്. ദ മോർ ഇൻഫ്ലെക്സിബിൾ യു ആർ, ദ മോർ വില്ലിങ് യു ആർ ടു ഹാം അതേഴ്സ് ഇൻ ദ നെയിം ഓഫ് യുവർ ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും റിജിഡായിട്ട് ഈ പ്രത്യയശാസ്ത്ര പ്രയോഗം നടത്തിയിട്ടുള്ള ശത്രുക്കൾക്കെതിരെ 13 ലക്ഷം മനുഷ്യരെ ഞാൻ പറയാം. രാജ്യത്തിൻ്റെ ജനസംഖ്യയിലെ 1/4 ആൾക്കാരെ 4 കൊല്ലത്ത് താഴെ സമയം കൊണ്ട് പിന്നെ പോൾപോട്ട് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. അതാണ് റിജിഡായ ഈ കോഗ്നിറ്റീവ് റിജിഡിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് വരുന്നത്. പ്രത്യയശാസ്ത്രം എന്നതിന് ഒരു മാനസിക പ്രതിഭാസമായി കാണാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു. ഐഡിയോളജിക്കൽ ബ്രെയിൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? മാനസികം എന്നാൽ മസ്തിഷ്കപരം എന്നാണ് അർത്ഥം. മസ്തിഷ്കത്തെ രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയത്തിന് പങ്കുണ്ട്. അപ്പോൾ മെൻ്റൽ ഈസ് ബയോളജിക്കൽ ആൻഡ് ദ ബയോളജിക്കൽ ഈസ് ഷേപ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ. ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. മെൻ്റൽ ഈസ് ബയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഈസ് ഷേപ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ. എന്തുകൊണ്ടാണ് പൊതുവെ മനുഷ്യ മസ്തിഷ്കങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രവണത കാലങ്ങളായിട്ടും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും തുറന്നു പോകുന്നൊരു കാര്യമാണ്. എല്ലാ മസ്തിഷ്കങ്ങളും മനുഷ്യ മസ്തിഷ്കങ്ങൾ പൊതുവേ നമ്മളെല്ലാ സമൂഹങ്ങളിലും കാണുന്ന കാര്യമാണ്, ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ വളരെ സന്തോഷമുണ്ടായി സെബാസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് എൻലൈറ്റ്മെൻറ്റ് പ്രൊജക്റ്റ് എന്നുള്ള വാക്ക് പറഞ്ഞു കേട്ടപ്പോൾ. അപ്പോൾ ഈ എൻലൈറ്റൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്ന, ഇന്ന് നമുക്ക് കാണാവുന്ന മനുഷ്യ സമൂഹങ്ങളിൽ ഒരു ആശ്വാസമായി നോക്കാവുന്ന തമ്മിൽ മെച്ചമായ ഒരു സമൂഹം എന്നുള്ള നിലക്ക് നോക്കാവുന്ന ഈ പടിഞ്ഞാറൻ യൂറോപ്യൻ സമൂഹങ്ങളിൽ പോലും നമ്മൾ കാണുന്നത് ആൾക്കാർ വീണ്ടും പ്രത്യയശാസ്ത്ര ചിന്തയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു കാര്യം. ഇത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതിലേക്ക് നമ്മൾ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് മനുഷ്യ മസ്തിഷ്കങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും നാറാണത്ത് പ്രാന്തൻ്റെ കല്ല് പോലെ ഇങ്ങനെ താഴോട്ട് പിന്നെയും പോകുന്നത് നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമ്മൾ ഇൻകംപ്ലീറ്റ് എൻലൈറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിലേക്ക് പോലും നമുക്കത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം മനുഷ്യ മസ്തിഷ്കങ്ങളാണ്. ഇതൊക്കെ നടന്ന ജർമ്മനിയിലാണല്ലോ ഓഷ്വിറ്റ്സ് ഉണ്ടാകുന്നത്. അവരാണല്ലോ ഈ മില്യൺസ് ഓഫ് ജ്യൂസിനെ മറ്റു ആൾക്കാരെയും ചുട്ടുകൊല്ലുന്നത്. എൻലൈറ്റൻമെൻറ്റ് കഴിഞ്ഞ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് വരുന്നത്? ആൾക്കാർ പറയാം എന്താ, എൻലൈറ്റൻമെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഓഷ്വിറ്റ്സ് എന്നാണ് പറയുക. അങ്ങനെയല്ല, ഇൻസ്പൈറ്റ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാകുന്ന വാസ്തവത്തിൽ. കാരണം എൻലൈറ്റൻമെൻറ്റ് പ്രൊജക്റ്റ് ആക്ച്വലി എന്താ പറയുക, ട്രൂലി സ്പീക്കിംഗ് ഈസ് നെവർ കംപ്ലീറ്റഡ്. അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഇൻകംപ്ലീറ്റ് എൻലൈറ്റൻമെൻറ്റ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പോലും നമ്മളെ പണി തീരുവാനുള്ള, നമുക്ക് ഒരിക്കലും റെസ്റ്റ് ഇല്ല, ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യ മസ്തിഷ്കങ്ങളിനെ വീണ്ടും വീണ്ടും ഈ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് വീടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ 2 അടിസ്ഥാന സ്വഭാവങ്ങൾ കാരണമാണ് ഈ അപകടം വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒന്നാമത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ
ഈ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു അടിസ്ഥാന ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രവചന അവയവമാണ്. ഇറ്റ് ഇസ് എ പ്രിഡിക്റ്റീവ് ഓർഗാൻ. മെഷീൻ എന്നുള്ള വാക്കല്ല, ഓർഗാൻ എന്ന് പറയാം നമുക്ക്. ഇറ്റ്സ് എ പ്രിഡിക്റ്റീവ് ഓർഗാൻ. അപ്പോൾ ഈ പരിസ്ഥിതിയിൽ നിന്ന് വിവിധങ്ങളായ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെക്കുറിച്ച് ഈ ലോകത്തെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തുക എന്നുള്ള ഒരു പ്രിഡിക്റ്റീവ് മെഷീനാണ് പിന്നെ നമ്മുടെ മസ്തിഷ്കം. അപ്പോൾ ഈ വിവരങ്ങൾ ശേഖരിക്കുക, ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത് പ്രവചിക്കുക, നമ്മുടെ ആക്ഷൻസിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ആക്ഷൻസിനെ അതനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുക, അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് ലോകത്തെക്കുറിച്ച് സത്യമായ സാധുവായ ഒരു ലോകചിത്രം നിർമ്മിക്കുക എന്നൊരു ജോലി മസ്തിഷ്കം ചെയ്യുന്നുണ്ട്. ഒരു ഇൻറ്റേർണൽ മോഡൽ ഓഫ് ദ വേൾഡ്. ഈ വേൾഡ് എന്ന് പറയുമ്പോൾ ഭൗതിക ലോകമെന്ന് മാത്രമല്ല, മറ്റു മനുഷ്യരെയും കൂടി, മറ്റു മനുഷ്യരുടെ മനസ്സുകൾ, മറ്റു മനസ്സുകളെ കൂടിയില്ലേ, മാനസിക ലോകം ഞാൻ അങ്ങനെ ഒരു വാക്കായിട്ട് പറയാം. ഭൗതിക ലോകവും മാനസിക ലോകവും അങ്ങനെ രണ്ട് ലോകമായിട്ട് കണക്കാക്കാനില്ല, പക്ഷേ സൗകര്യത്തിന് വേണ്ടി പറയുന്നത് മാത്രം. ഇത് രണ്ടിനും ഈ ഇൻറ്റേർണൽ മോഡൽ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ പിന്നെ ഓരോ ആളെക്കുറിച്ചിട്ടും എനിക്കൊരു ഇൻറ്റേർണൽ മോഡൽ ഉണ്ടാവും. കൃഷ്ണദാസ് അല്ലെങ്കിൽ പിന്നെ അരുൺ, ഇങ്ങനെ ഓരോ ആളെക്കുറിച്ചിട്ടും അയാളെക്കുറിച്ച് എൻ്റെ ഒരു മാനസിക ചിത്രമുണ്ട്. ഇങ്ങനെ ഒരു മാനസിക ചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നു, ചളി വഴി മുഴുവൻ ചളിയാണ്, സൂക്ഷിച്ച് നടക്കണം. ഇത് പ്രഡിക്ഷനാണ്. നമ്മളതിൽ കടന്നിട്ടില്ല. കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ചളിയുണ്ട്, വഴുതി വീഴാൻ ചാൻസ് ഉണ്ട്, നമ്മൾ സൂക്ഷിച്ച് വിരലൂന്നി പിന്നെ സൂക്ഷിച്ച് നടക്കണം എന്നുള്ളത് ഒരു പ്രഡിക്ഷനാണ്. ആ പ്രഡിക്ഷൻ അനുസരിച്ച് നമ്മൾ ആക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആകാശത്ത് കാർമേഘങ്ങളുണ്ട്, ഇപ്പോൾ മഴയില്ല, പക്ഷേ ആകാശത്ത് കാർമേഘങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ കാഴ്ചയിൽ നിന്ന് കിട്ടുന്ന ആ ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മുടെ മസ്തിഷ്കം ഒരു പ്രവചനം ചെയ്യാണ്. മഴ വരാൻ സാധ്യതയുണ്ട്, എന്താ ആക്ഷൻ, കുടയെടുത്തോളൂ. ഇത് അപ്പോൾ ഇതാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് മനുഷ്യരെക്കുറിച്ചും. ശത്രുവാണോ മിത്രമാണോ, ചതിക്കുമോ സഹായിക്കുമോ, ഇങ്ങനെ ഓരോ ആളെക്കുറിച്ചും പ്രഡിക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സാമൂഹ്യ ജീവിതം, നമ്മുടെ മാനസിക ലോകത്ത് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ മസ്തിഷ്കത്തിൻ്റെ ഒരു ജോലി, പ്രിഡിക്റ്റീവ് ഓർഗാൻ എന്നുള്ളത്. അപ്പോൾ ഈ ആന്തരിക മാതൃക ഏറെക്കുറെ അല്ല പരമാവധി കൃത്യമാവണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ, അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഭാവനാ സൃഷ്ടി ഉണ്ടായിട്ട് കാര്യമില്ല. അത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. എന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്ന ആൾ എന്നെ ചതിക്കുന്ന ഒരാളായാൽ ഞാൻ പെട്ടു, മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്തിഷ്കം ഒരു സത്യദാഹിയാണ്. മസ്തിഷ്കം എപ്പോഴും ഇറ്റ് ഓൾവേസ് ഹംഗ്രി ഫോർ ട്രൂത്ത്. ലോകത്തെക്കുറിച്ചുള്ള സത്യം അറിയാൻ എപ്പോഴും ഉത്സുകനായിരിക്കുന്ന ഒരു സാധനമാണ് മനുഷ്യ മസ്തിഷ്കം. ബ്രെയിൻ ഈസ് ഹംഗ്രി ഫോർ ദ ട്രൂത്ത് എന്നുള്ളതാണ്. മസ്തിഷ്കം സത്യദാഹിയാണ് എന്നതുപോലെ തന്നെ അതേസമയം തന്നെ അതൊരു കുറുക്ക് വഴി പ്രേമി കൂടിയാണ്. അതെന്താ കാരണം വെച്ചാൽ ഫോർ ആക്ഷൻ. ഞാൻ പറഞ്ഞില്ല, ഈ ചെയ്യുന്നതൊക്കെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നാളെ അറിഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്ത് വേണം, ലോകത്തിൻ്റെ സത്യം അറിയണം. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് എത്രയും വേഗത്തിൽ ഈ ലോകത്തിൻ്റെ സത്യം കണ്ടെത്തി മോഡൽ ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കുറുക്ക് വഴി പ്രേമിയാണ്. വളരെ സമയമെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ലിഷർ നമുക്കില്ല, അതിനുള്ള അത് അത്രയും സമയം നമുക്ക് കിട്ടില്ല. വളരെ പെട്ടെന്ന് ഫലപ്രദമായി ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കിക്കണം. അതുകൊണ്ട് തന്നെ കൃത്യത എന്നതുപോലെ തന്നെ വേഗതയും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ ലളിതവും വ്യക്തവുമായ നിർദ്ദേശങ്ങളും സമവാക്യങ്ങളുമാണ് മസ്തിഷ്കത്തിന് എപ്പോഴും പ്രിയം. ഇത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് മസ്തിഷ്കത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത. സത്യദാഹിയും കുറുക്ക് വഴി പ്രേമിയും ആയൊരു പ്രവചന അവയവമാണ് മസ്തിഷ്കം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി കമ്മ്യൂണിക്കേറ്റീവ് ആണെന്നുള്ളതാണ്. രണ്ട് പ്രിൻസിപ്പിളാണ് ഞാൻ പറഞ്ഞത്. ഫണ്ടമെൻ്റലി കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാമത്തേത്. അപ്പോൾ അത് മറ്റു മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ, മറ്റു മനുഷ്യരുടെ അംഗീകാരം, ഇതൊക്കെ ഓരോ മനുഷ്യനും, അതായത് ഓരോ മസ്തിഷ്കത്തിനും അതിപ്രധാനമാണ്. ബന്ധങ്ങൾക്ക് ചുറ്റുമായാണ് ഓരോ മസ്തിഷ്കവും സ്വയം അടയാളപ്പെടുത്തുന്നത്. ഈ പരസ്പര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവയാണ് അനുഷ്ഠാനങ്ങൾ. ഒന്നിച്ച് നൃത്തം ചെയ്യുകയോ, ഒന്നിച്ച് നമസ്കരിക്കുകയോ, ഒന്നിച്ച് പാടുകയോ, ഒന്നിച്ച് പ്രകടനം നടത്തുകയോ തുടങ്ങി സംഘമായി ചെയ്യുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ അവനവൻ ബോധത്തെ അലിയിച്ചു കളയുകയും തന്നെക്കാൾ വലിയൊരു സാമൂഹ്യ സത്തയുടെ, ഗോത്രത്തിൻ്റെ, പാർട്ടിയുടെ, ജാതിയുടെ, മതത്തിൻ്റെ ഭാഗമാണ് താനെന്നൊരു അനുഭവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മറ്റുള്ളവരോട് ചേരുമ്പോൾ അവനവൻ വലുതാകുന്നു, ശക്തനാകുന്നു, മികച്ചവനാകുന്നു എന്നൊരു ബോധം മനുഷ്യർക്കുണ്ടാകുന്നു. ഒരു സംഘത്തിൻ്റെ ഭാഗമായിരിക്കുക, ഒരു സമൂഹത്തിൻ്റെ കഥയിൽ പങ്കുപറ്റുക എന്നത് സാമൂഹ്യ സ്വഭാവമുള്ള നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന സ്വഭാവമാണ്. ഇപ്പോൾ
സഹജീവികളെ മനസ്സിലാക്കപ്പെടുക, ഏകാന്തത അനുഭവിക്കേണ്ടി വരാതിരിക്കുക, സകലത്തിലും താൻ കൂടി പങ്കുചേർക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് സാമൂഹ്യ മസ്തിഷ്കത്തിൻ്റെ ഈ രണ്ടാമത്തെ അടിസ്ഥാന ലക്ഷ്യം, വിത്തിൻ ഇൻവെർട്ടഡ് കോമാസ്. ആ അവസ്ഥയിലാണ് നമുക്ക് വീട്ടിലെത്തിയതുപോലെയുള്ള സമാധാനവും സുരക്ഷിതത്വവും. കണ്ടില്ലേ? എന്തിനാ നിങ്ങൾ യുക്തിവാദ സമ്മേളനത്തിന് പോണത്? ഒരു എന്തായിരുന്നു, ആത്മസംതൃപ്തി, ഭയങ്കര സന്തോഷമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. വീട്ടിലെത്തിയതുപോലെ തോന്നുന്നതാണ് എല്ലാവർക്കും. അതിനുവേണ്ടിയാണ് പോണത്. യുക്തിവാദ സമ്മേളനത്തിന് പോണത് എന്തിനാ? ആത്മസംതൃപ്തിക്ക് വേണ്ടിയാ. ആ സമയമാകുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ശബരിമലക്ക് പോകുന്നിട്ടില്ല ആൾക്കാർ. മണ്ഡലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗോത്രസുഖം അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. ആൾക്കാർ ചാടി ഇറങ്ങുകയാണ്. അതേപോലെ യുക്തിവാദ സമ്മേളനത്തിനും പോവാണ് ആൾക്കാർ. ബാക്കി എന്തുണ്ടായാലും അതിന് പോയിരിക്കാൻ പറ്റില്ല. അതല്ല, എല്ലാ യുക്തിവാദികളും വന്നു ചേരുകയാണല്ലോ. ഗോത്രീയ സുഖമാണ്. അപ്പോൾ ഇത് മസ്തിഷ്കത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് ഞാൻ പറയുന്നത്. അത് ഫണ്ടമെൻ്റലി കമ്മ്യൂണിക്കേറ്റീവാണ് നമുക്ക്. അത് ശബരിമലയിലാണെങ്കിലും പിന്നെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണെങ്കിലും പോയിരിക്കാൻ പറ്റില്ല. വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, ഇന്നു വരും മകനെന്ന് പടിപ്പുരത്തിണയിൽ കണ്ണുനട്ടമ്മയിരിക്കുമോ? കണ്ണുനീരെല്ലാം തുടിയിൽ തുളസിയായി വന്നുവെന്നാശ്വസിക്കുന്ന പെങ്ങൾ വന്ന് ഇല്ലാരുമില്ലെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ? അപ്പുറത്തിപ്പുറത്തുള്ള പെണ്ണുങ്ങൾ വന്നെത്തി നോക്കുമ്പോൾ ഇടക്കൊരാളിൽ മാത്രം ദൃഷ്ടിയുടക്കി ഇടറി നിന്നിടുമോ? നാടകം, വാർഷികം, വായനശാലക്ക് കൂടുതൽ ഗ്രാൻഡ്, പൊതുവിശ്രമ സ്ഥലം, ഓരോന്നിനോരോ വിധം കൂട്ടുകാർ വന്ന് നേരം മുഴുക്കാതിരുന്നു പറയുമോ? കാവിലെ കല്ലിൽ വിളക്കു തെളിയുമ്പോൾ പൂർവികർ വന്നു കുശലം മൊഴിയുമോ? വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ. അതാണ് അമ്മയും പെങ്ങളും അപ്പുറത്തിപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങൾ, അപ്പുറത്തിപ്പുറത്തുള്ള പെണ്ണുങ്ങളും പല കൂട്ടുകാരും പൂർവികരുടെ ആത്മാക്കളും എല്ലാം കൂടിയാണ് വീടുണ്ടാകുന്നത്. ദാറ്റ് ഈസ് വേർ യു ഫീൽ that no one is alone. No one is alone. Everybody can be understood. Everything is shared. To feel at home, to feel belonging, to feel that our lives have significance, that we matter. ഇത് എല്ലാ മനുഷ്യ മസ്തിഷ്കങ്ങളുടെയും ഒരു അടിസ്ഥാന സ്വഭാവമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് അടിസ്ഥാന പ്രവണതകൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ലോകത്തിൻ്റെ സ്വഭാവം എന്ത്, പ്രവർത്തനം എന്ത് എന്നത് അറിയണം. ലോകത്തിൻ്റെ വാസ്തവം എന്താണെന്നതിനെക്കുറിച്ച് ആന്തരിക മോഡൽ ഉണ്ടാക്കണം. മറ്റേത് നമ്മളെ മറ്റു മനുഷ്യർ മനസ്സിലാക്കണം, മനുഷ്യബന്ധങ്ങൾ വേണം. ഈ രണ്ട് അടിസ്ഥാന പ്രവണതകളെയും സുന്ദരമായി തൃപ്തിപ്പെടുത്തുന്ന പടപ്പുകളാണ് പ്രത്യയശാസ്ത്രങ്ങൾ. ഇതുകൊണ്ടാണ് ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ വലിവ് വരുന്നത്. മിത്തുകളും മസ്തിഷ്കവും തമ്മിലുള്ള വലിവ്, അട്രാക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഈ രണ്ട് അടിസ്ഥാന ചോദനകളെയും അതിമനോഹരമായി തൃപ്തിപ്പെടുത്തും പ്രത്യയശാസ്ത്രങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടിലെത്തിയ പോലെ തോന്നും. Ideologies are brain's delicious answer to the problem of prediction and communication എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യദാഹിയും കുറുക്കുവഴിപ്രേമിയുമായ മനുഷ്യ മസ്തിഷ്കത്തിന് എന്തു നൽകുന്നു? എളുപ്പത്തിൽ ഗ്രഹിക്കാനാവുന്ന സിദ്ധാന്തങ്ങളും സൂത്രവാക്യങ്ങളും. നമ്മൾ കണ്ടല്ലോ, അത് വളരെ എളുപ്പമാണ്. നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ലോകത്തിനെ കുറിച്ച് പിടികിട്ടിപ്പോയി. ഇതാണ് ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം. അത് നേരത്തെ ആരോ പറയുന്നുണ്ടായിരുന്നു. ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് തോന്നാണ്. ലോകത്തിൻ്റെ മൊത്തം കാര്യവും നമുക്ക് പ്രത്യയശാസ്ത്രം വായിച്ചാൽ കേട്ടാൽ പിടികിട്ടി. കാര്യം കുറുക്ക് വഴികളിലൂടെ സത്യദാഹിയും കുറുക്ക് വഴി ദാഹിയുമായ നമ്മുടെ മസ്തിഷ്കത്തിന് ഈ പ്രത്യയശാസ്ത്രം വളരെ പെട്ടെന്ന് ലോകത്തിനെ കുറിച്ചുള്ള ചിത്രം പകർന്നു കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മള സുരക്ഷിതത്വം കാക്ഷിക്കുന്ന മസ്തിഷ്കത്തിനെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ അവ മനുഷ്യർക്ക് ഗോത്രരൂപങ്ങളായ കൂട്ടായ്മകൾ കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് എത്ര തന്നെ സമൂഹം പുരോഗമിച്ചാലും പിന്നെയും നാറാണത്ത് പ്രാന്തൻ്റെ കല്ല് പോലെ മനുഷ്യർ പിന്നെ ഇതായിട്ട് പോകണം. കാരണം അത്രക്കും ഇതിൻ്റെ അട്രാക്ഷനാണ് ഈ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചിന്താരീതിയുടെ. ഞാൻ ഒരു പ്രത്യയശാസ്ത്രത്തിലല്ല പറയുന്നത്, പ്രത്യയശാസ്ത്രം എന്ന ചിന്താരീതിയുടെ. അതുകൊണ്ടാണ് പരവിദ്വേഷം. നിങ്ങൾ ഓരോന്നും നോക്കൂ. ഇന്നിപ്പോൾ യൂറോപ്പിൽ നടക്കുന്നു, എവിടെ നോക്കുമ്പോഴും ഈ പരവിദ്വേഷത്തിൻ്റെ ആയിട്ടുള്ള, അന്യഗോത്ര വിദ്വേഷത്തിൻ്റെ ആയിട്ടുള്ള ഈ പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഈ പ്രത്യയശാസ്ത്രം എന്ന ചിന്താരീതിയും മനുഷ്യ മസ്തിഷ്കവും തമ്മിലുള്ള അട്രാക്ഷൻ കാരണം, മാരകമായ അട്രാക്ഷൻ കാരണം. ഇത് പിന്നെ ടു മൈ പാർട്ടി, എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് എന്നൊരു കവിതയുണ്ട് പാബ്ലോ നെരൂദയുടെ. അതിലൊരു വരി എങ്ങനെയാണ്? യു മെയ്ഡ് മീ ബിൽഡ് ഓൺ റിയാലിറ്റി ആസ് ഓൺ എ റോക്ക്.
ഒരു പാറമേൽ എന്ന പോലെ യാഥാർത്ഥ്യത്തിനുമേൽ നിർമ്മാണം നടത്താൻ നീ എന്നെ പ്രേരിപ്പിച്ചു എന്നാണ്. അതാണ് സത്യം അന്വേഷിക്കുന്ന കുറുക്ക് വഴി പ്രേമിയായ മസ്തിഷ്കത്തിന് പ്രത്യയശാസ്ത്രം പാറ പോലെ ഉറച്ച ഒരു ലോക ചിത്രം നൽകുന്നു. ആ പാറമേൽ അവൻ്റെ പ്രവർത്തന മന്ദിരത്തെ അവൻ പണിയുകയാണ് ചെയ്യുന്നത്. ഏതാണത്? ആ ടു മൈ പാർട്ടി എന്ന കവിത തുടങ്ങുന്ന വരികൾ വളരെ പ്രസിദ്ധമാണ്, മിക്കവർക്കും പരിചയം ഉണ്ടാവും. അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി, ജീവനുള്ള സകലത്തിൻ്റെയും ശക്തി നീ സമാഹരിച്ചു, ഒരു പുതിയ ജന്മത്തിലെന്ന പോലെ എൻ്റെ രാജ്യം നീ എനിക്ക് തിരിച്ചു നൽകി, ഏകാകിയായ മനുഷ്യന് ലഭിക്കാത്ത സ്വാതന്ത്ര്യം നീ എനിക്ക് നൽകി. ആര്? പാർട്ടി നൽകിയെന്നാണ് നെരൂദ പറയുന്നത്. ഏകാകിയായ മനുഷ്യന് ലഭിക്കാത്ത സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വരി. ടു ഫീൽ അറ്റ് ഹോം, ടു ഫീൽ ബിലോങ്ങിങ്, ടു ഫീൽ ദാറ്റ് അവർ ലൈഫ്സ് ഹാവ് സിഗ്നിഫിക്കൻസ്, ദാറ്റ് വി മാറ്റർ. ഇതാണ് പ്രത്യയശാസ്ത്രം, പാർട്ടിയും പിന്നെ മതപ്രമാണങ്ങളും മതവും ഇതൊക്കെ മനുഷ്യന് നൽകുന്ന ആനന്ദവും ആശ്വാസവും ഇതാണ്. വ്യക്തി സ്വത്വത്തിൻ്റെ പരിമിതികളിൽ നിന്ന് സമഷ്ടി ശരീരത്തിൻ്റെ വിശാലതയിലേക്ക് അത് തങ്ങളെ സ്വതന്ത്രരാക്കുന്നതായിട്ട് അറിയണം. അതുകൊണ്ടാണ് ഇത് എന്ത് പറയുന്നത്, ഇത് ഏകാകിയായ മനുഷ്യൻ ലഭിക്കാത്ത സ്വാതന്ത്ര്യം. അതെന്താണ്? അതിതാണ് വ്യക്തി സ്വത്വത്തിൻ്റെ ആ പരിമിതികളിൽ നിന്ന് സമഷ്ടി ശരീരത്തിൻ്റെ സമഗ്രതയിലേക്ക് ഇയാളെ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ളത്. അതാണ് പൗലോസ് നെരൂദയോട് പറയുന്നത്. ഐഡിയോളജീസ് ആർ ദ ഷോർട്ട് കട്ട്സ് ടു അവർ ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ആൻഡ് ബി അണ്ടർസ്റ്റുഡ് ബാക്ക്. ഒരു സൂത്രവാക്യം പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു എന്താ കേട്ടതെന്ന് ചോദിച്ചാൽ ഒരു ഫോർമുല പോലെ നിങ്ങൾക്ക് പറയാവുന്ന ഒരു വാക്കിതാണ്. ഐഡിയോളജീസ് ആർ ദ ഷോർട്ട് കട്ട്സ് ടു അവർ ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ആൻഡ് ബി അണ്ടർസ്റ്റുഡ് ബാക്ക്. എന്താണ് പ്രത്യയശാസ്ത്രം? ലോകത്തെ അറിയുക, ലോകരാൽ അറിയപ്പെടുക എന്നീ മസ്തിഷ്കത്വരകൾക്കുള്ള ഉടനടി പരിഹാരമാണ് പ്രത്യയശാസ്ത്രങ്ങൾ. മസ്തിഷ്കത്വര പറഞ്ഞു ശരിയായില്ലേ? കറക്റ്റാ, കുഴപ്പമില്ല. ലോകത്തെ അറിയുക, ലോകരാൽ അറിയപ്പെടുക എന്നീ മസ്തിഷ്കത്വരകൾക്കുള്ള ഉടനടി പരിഹാരം, അതാണ് പ്രത്യയശാസ്ത്രങ്ങൾ. അതാണ് ഈ ഒരു ഫോർമുലയായിട്ട് എനിക്കിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു സാധനം. പക്ഷെ എന്താണ് ഈ ഉടനടി പരിഹാരങ്ങളെ ഒരു പ്രശ്നം? എല്ലാ കുറുക്ക് വഴികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേർവഴിയേക്കാൾ ദീർഘവും ഒരിക്കലും പലപ്പോഴും അപകടകരവും ചിലപ്പോൾ ലക്ഷ്യത്തിലെത്താത്തതുമാണ് ഈ കുറുക്ക് വഴികൾ പലപ്പോഴും. അതുപോലെ അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അറിയാനും അറിയപ്പെടാനുമുള്ള മസ്തിഷ്ക ത്വരകൾക്കുള്ള മറുമരുന്നാണ് പ്രത്യയശാസ്ത്രമെങ്കിലും രോഗത്തെക്കാൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മരുന്നാണത് എന്നുള്ളതാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നം. ഈ മനസ്സുകളും മിത്തുകളും തമ്മിലുള്ള ഒരു കാന്തിക ആകർഷണമുണ്ട്. നമ്മൾ അതാണ് പറഞ്ഞു വന്നത്. മസ്തിഷ്കം എന്ന പ്രവചന അവയവവും പ്രത്യയശാസ്ത്രം എന്ന പ്രവചന വ്യവസ്ഥയും തമ്മിലുള്ള ആകർഷണമാണിത്. അത് നമ്മളിപ്പോൾ വിശദീകരിച്ചു. ഈ ആകർഷണം പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല. നമ്മൾ ചില ടെസ്റ്റൊക്കെ നേരത്തെ ചെയ്തല്ലോ, എല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളെ മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമൊക്കെ പ്രത്യയശാസ്ത്രത്തിലും വിശ്വാസ പ്രസ്ഥാനത്തിലൊക്കെ നേരെ പോയി തലകുത്തി വീഴുന്ന ആൾക്കാരുണ്ട്. അത് എളുപ്പത്തിൽ ഇതിലൊന്നും ചെന്ന് വീഴാത്ത ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രത്യയശാസ്ത്രത്തിനെ വളരെ ഗാഠമായി പിന്തുടരുന്ന ആൾക്കാരൊക്കെ നേരെ വിരുട്ടി വെളുക്കുമ്പോൾ നേരെ അതേവരെ എതിർത്തിരുന്ന വേറൊരു പ്രത്യയശാസ്ത്രം പോയിട്ട് അതേപോലെ തലകുത്തി വീണിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ല. എന്നോടൊരു സുഹൃത്ത് നേരത്തെ ചോദിച്ചാണ്, എന്താ യുക്തിവാദികൾ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്? ഞാൻ പറഞ്ഞു, യുക്തിവാദികൾ ചിലപ്പോൾ അങ്ങനെ മത്സരിച്ചിട്ടുണ്ടാവും. ഇയാൾ യുക്തിവാദി ആണെങ്കിൽ മത്സരിച്ചിട്ടുണ്ടാവില്ല, ഒരു നാസ്തികനായിരിക്കും. പ്രശ്നം ഇതാണ്. കാരണം വെച്ചാൽ ഐഡിയോളജിക്കൽ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. നിങ്ങളൊരു ഐഡിയോളജി എന്ന നിലയിൽ നിങ്ങൾ നാസ്തികതയോ യുക്തിവാദമോ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് വേറെ ഐഡിയോളജിയിൽ അതേപോലെ തലകുത്തി വിടാൻ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. കാരണം അവരുടെ മസ്തിഷ്ക പ്രവർത്തന രീതി ഐഡിയോളജിക്കൽ ബ്രെയിനിൻ്റെ ആണെന്നുള്ളതാണ്. ഇവിടെ വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ എല്ലാ മസ്തിഷ്കങ്ങളും ഒരുപോലെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അറിയേണ്ട ഒരു കാര്യം, ഈ ചിലതരം മസ്തിഷ്കങ്ങൾ ചിലതരം പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ആകൃഷ്ടമാകുന്നതാണോ, അതോ ഈ ചിലർ ചേർത്ത് പിടിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അവരുടെ മസ്തിഷ്കങ്ങളെ മാറ്റുന്നതാണോ? അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അത് ഒരു ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഓഫ് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് എന്നാണ് പറയുക. ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഓഫ് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ്. അതെങ്ങനെയാണ് അത് ഉടലെടുക്കുന്ന നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരാളുടെ രാഷ്ട്രീയ മനോനിലയെപ്പറ്റി ഈ പൊളിറ്റിക്കൽ ന്യൂറോ സയൻസുകാർ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ നിമിഷത്തെ ഒരു സ്നാപ്ഷോട്ടാണ്. ആ ജീവിതത്തിൻ്റെ ആ ഘട്ടത്തിലെ ആ ഒരു നിമിഷത്തിലുള്ള അയാളുടെ രാഷ്ട്രീയ മസ്തിഷ്ക ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നിമിഷത്തിന് മുൻപുള്ള മണിക്കൂറുകളിലും ദിവസങ്ങളിലും വർഷങ്ങളിലും തലമുറകളിലും എന്തൊക്കെ സംഭവിച്ചാണ് ഇങ്ങനൊരു മസ്തിഷ്കം ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. ഈ നിമിഷത്തിൽ അയാൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയ മനോനില എന്നത് അയാളുടെ
സാമൂഹ്യ ജീവിത പരിചയത്തിൻ്റെ സോഷ്യലൈസേഷൻ്റെ ഫലമാണോ അതോ നേരത്തെ നിലനിന്നു പോന്നിരുന്ന മസ്തിഷ്ക പ്രത്യേകതകൾ കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അതാണ് ഈ ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം വരുന്നതിൻ്റെ കാരണം. മറ്റൊരിടത്ത് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാനസിക ഘടന അയാളുടെ രാഷ്ട്രീയവും മതപരവുമൊക്കെയായ പ്രത്യയശാസ്ത്രങ്ങൾ നിർണ്ണയിക്കുകയാണോ ചെയ്യുന്നത്, അതോ നിരന്തരമായ പ്രത്യയശാസ്ത്ര പ്രബോധനങ്ങൾ അയാളുടെ മസ്തിഷ്കത്തെ സവിശേഷമായ രീതിയിൽ രൂപപ്പെടുത്തുകയാണോ? തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇത് രണ്ടും സംഭവിക്കുന്നുള്ളതാണ്. നമ്മുടെ മസ്തിഷ്കം നമ്മുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ രൂപപ്പെടുത്തുന്നു. ഈ പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് മസ്തിഷ്കത്തെ രൂപപ്പെടുത്തുന്നത് എന്ന വിഷയത്തിൻ്റെ കുറച്ച് വിശദാംശങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ ശേഷം ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഓഫ് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് എന്ന വിഷയം ഈ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഭാഗത്തോട് ഒന്നുകൂടി നമുക്ക് തിരിച്ചു പോവാം, റീവിസിറ്റ് ചെയ്യാം. വിശ്വാസ പ്രസ്ഥാനങ്ങൾ പലതരത്തിലുണ്ട്. അപ്പോൾ ചിലത് മതപരമാണ്, ചിലത് വിപ്ലവാത്മകമാണ്, ചിലത് മിലിറ്റൻ ദേശഭക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഓരോ പ്രത്യയശാസ്ത്രത്തിൻ്റെയും വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെയും ആദർശങ്ങൾ വളരെ വ്യത്യസ്തമാണ്, പലതും പരസ്പര വിരുദ്ധമാണ്. പക്ഷേ എങ്കിലും ഈ ഓരോ പ്രസ്ഥാനക്കാരുടെയും സംരക്ഷണയിൽ വളർന്നു വരുന്ന മസ്തിഷ്കങ്ങൾ, കുട്ടികളുടെ മസ്തിഷ്കങ്ങളുണ്ടല്ലോ, ഇത് തമ്മിൽ വ്യത്യാസങ്ങളെക്കാൾ ഉള്ളത് സാമ്യങ്ങളാണ് എന്നാണ്. അധികാരികളോടുള്ള ഭയഭക്തി, അത് ഈ പ്രത്യയശാസ്ത്ര ആൾക്കാരുടെ അവരംഗീകരിക്കുന്ന അധികാരികളോട് വളരെ ഭയഭക്തി, ബഹുമാനം, അതെല്ലാവർക്കും കാണാം. പിന്നെ സ്വഗോത്രത്തിൻ്റെ പൊതുബോധത്തോട് വിമർശനരഹിതമായി യോജിക്കാനുള്ള പൊതുസന്നദ്ധത, അത് കണ്ടിട്ടില്ലേ? ആ ക്യാപ്സ്യൂൾ വരുന്നത് വരെ ആരും ഒന്നും വിട്ടൂല. ക്യാപ്സ്യൂൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് അസംബന്ധമാണെങ്കിലും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സൈബർ ലോകം നമ്മൾ കാണുന്നത് ക്യാപ്സ്യൂൾ വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് എത്ര അസംബന്ധമാണെങ്കിലും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു പൊതുബോധത്തോട് വിമർശനരഹിതമായി ഈ യോജിക്കാനുള്ള സന്നദ്ധത. അതുപോലെ സ്വന്തം സംശയങ്ങളെ അടിച്ചമർത്താനുള്ള ശീലം. ഉത്തമ അവിടെ ഇരി ആ സംഭവം ഉണ്ടല്ലോ, അതായത് ഈ സംശയങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്, സംശയങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്. അത് സ്വന്തമായൊരു വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിനെ തടയുക എന്നുള്ളത്. അങ്ങനെ ഒരാളൊരു പാർട്ടിക്ക് മേലെയൊന്നുമില്ല, മനസ്സിലായില്ല, അങ്ങനെ ഒരു വ്യക്തി ഇല്ല. വ്യക്തി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ, പ്രസ്ഥാനത്തിൻ്റെ, മതത്തിൻ്റെ, എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ കീഴിലാണ്, സംഘത്തിൻ്റെ കീഴിലാണ്, സംഘത്തിന് പുറത്തേക്ക് ഒരു വ്യക്തിയില്ല. ഈ കാര്യങ്ങളിലൊക്കെ ഈ വ്യത്യസ്തങ്ങളായ വിശ്വാസ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനങ്ങളിൽ വളർന്ന മനുഷ്യരുടെ രീതികൾ സിമിലറായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് വേറെ കാണാവുന്നതാണ്, മതേതരത്വവും സമത്വബോധവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ കൂടുതലും മതേതരരും സമത്വബോധവുമുള്ളവരായി സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെ കാണാം. അതുപോലെ തന്നെ യാഥാസ്ഥിതികരും മതവിശ്വാസികളുമായ രക്ഷിതാക്കളുടെ മക്കൾ അധികവും ആ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കലി യാഥാസ്ഥിതികരും മതവിശ്വാസികളുമായി വരുന്ന നമുക്ക് കാണാം. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായ പ്രത്യുത്പാദനത്തിൻ്റെ ഒരു ഇടം മാത്രമല്ല, ജീനുകൾ മാത്രമല്ല, അനുഷ്ഠാനങ്ങളും ലോകവീക്ഷണങ്ങളും കൂടി പുനരുൽപാദിക്കപ്പെടുന്നുണ്ട് സമൂഹങ്ങളിൽ, ഈ കുടുംബങ്ങളിൽ നിന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ എന്താണ് ഒരു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊതു സ്വഭാവങ്ങൾ വരുന്നത്? എന്താണ് ഒരു പ്രത്യയശാസ്ത്ര അന്തരീക്ഷത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് പ്രത്യയശാസ്ത്ര മസ്തിഷ്കങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ചില ശീലങ്ങളിൽ പരിശീലനം കിട്ടുക എന്നതാണ്. To grow up in an ideological environment is to be trained in particular habits. Habits of attention, habits of attachment, habits of action. Habits that become second nature, automatic and uncontested. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക പ്രത്യയശാസ്ത്ര പരിസ്ഥിതികളിൽ. ഇവിടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പ്രത്യയശാസ്ത്രത്തിൻ്റെ ചില ഘടകങ്ങൾ കാണിച്ചല്ലോ. അത് വരുന്ന എന്തിനേയും പ്രത്യയശാസ്ത്രം എന്ന് പറയാം കേട്ടോ. മുമ്പൊരു പ്രസംഗത്തിൽ ഒരു 8 വർഷം മുമ്പുള്ള പ്രസംഗത്തിൽ ഞാൻ മതം പ്രത്യയശാസ്ത്രം രണ്ടാക്കി വേർതിരിച്ച് ഒക്കെ പറയുണ്ടായിട്ടുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ പ്രത്യയശാസ്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിവരിച്ച 2 പിന്നെ 2 ഇങ്ങനെ വരുന്ന ആ 4 പ്രത്യേകതകളുള്ള ഏതൊരു വിശ്വാസ പ്രസ്ഥാനത്തെയും പ്രത്യയശാസ്ത്രം മനസ്സിലായിക്കൊള്ളണം. ഓക്കെ. അപ്പോൾ ഈ പ്രത്യയശാസ്ത്ര അന്തരീക്ഷത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ചില ശീലങ്ങൾ പരിശീലനം കിട്ടുക എന്നാണ്. നമ്മുടെ നോട്ടങ്ങളെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഓരോ വശങ്ങളെയും നിയന്ത്രിക്കുന്ന പലതരം ശീലങ്ങൾ നിരന്തരമായ ആവർത്തനത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നു. ഒരു ക്യൂ, ഒരു സ്റ്റിമുലസ്, അതിനോടുള്ളൊരു റെസ്പോൺസ്, അങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ആവർത്തനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ശീലിച്ചു വരികയാണ് ചെറുപ്പത്തിൽ. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചെടുത്തിട്ടുള്ള ചില ശീലങ്ങൾ പറയാം. സന്ധ്യാസമയത്ത് വിളക്ക് വേണ്ട തുഴ. ഇപ്പോഴും നമ്മൾ ബസ് പോകുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് എവിടെയും വിളക്കണ്ട അപ്പോൾ തൊഴുന്നതാണ്. ഞാൻ വളർന്ന് വലുതായിട്ട് പിന്നെയും കുറേ കാലം ചെയ്തുകൊണ്ടിരുന്നു. ഏത് സമയം ആ സന്ധ്യാസമയത്ത് എവിടെ വിളക്കേണ്ടവരും ഇങ്ങനെ തൊഴുതു പോകുക എന്നുള്ളത്. കാരണം അത് ചെറുപ്പത്തിലേ ശീലിച്ചിട്ടില്ല.
ആ വിളക്ക് എന്നുള്ള സ്റ്റിമുലസ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശീലം വരികയാണ്. തൊഴുതു പോവാം, ഇരുന്നോടന്ന് എണീറ്റ് പോവാം. ആൾക്കാർ വരുമ്പോൾ ഇരുന്നോടന്ന് എണീറ്റ് പോകുക എന്നുള്ള കണ്ടിട്ടില്ലേ? പ്രായമുള്ള ആൾക്കാർ വരുമ്പോൾ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഏത് പ്രായമുള്ള സ്ത്രീയും എത്ര ചെറിയവരാണ് വന്നാലും എഴുന്നേക്കും. അങ്ങനെ ആയിട്ടുണ്ട്. സ്ത്രീകൾ ഏത് പ്രായമുള്ള ആണ് വന്നാലും സ്ത്രീകൾ എണീറ്റ് പോകും ഓട്ടോമാറ്റിക്കായിട്ട്, എണീറ്റ് നിൽക്കുന്നുള്ള കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ഗുരുക്കന്മാരെയും കാരണവന്മാരെയും കണ്ടു കഴിഞ്ഞാൽ താല് തൊട്ട് തലയിൽ വെക്കുക. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു 10-50 കൊല്ലമൊക്കെ മുമ്പേ നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ശീലങ്ങൾ ഇതൊക്കെയാണ്. ഇന്നും അത് വലിയ കേമാന്നാണ് പറയുന്നത്. റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ട് ഫുള്ള് കാല് തൊട്ട് തുടരും സാഷ്ടാംഗ നമസ്കാരമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനാണ് ഇന്നും നടന്നു വരുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എവിടെ ഈ ട്രിഗർ കണ്ടാലും നമ്മൾ ആ ശീലം ആവർത്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വിളക്ക് കണ്ട അപ്പോൾ കൈ തൊഴും. കുറച്ച് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ വൈറലായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ ചിക്കൻ ഫ്രൈ ചെയ്യാം, ഈ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചിക്കൻ ഇങ്ങനെ ഫ്രൈ. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഇത് കണ്ട് വന്നിട്ട് ഇങ്ങനെ തൊഴുക. കാരണം കുട്ടി ഈ കർപ്പൂരം ഇങ്ങനെ കത്തിക്കാനൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതേ അന്തരീക്ഷമാണ് കുട്ടിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ തീ ഇങ്ങനെ കാണുകയാണല്ലോ, ഈ ഫ്ലെയിം കണ്ടിട്ട് കുട്ടി ഇങ്ങനെ തൊഴുന്ന ഒരു വീഡിയോ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, പക്ഷെ അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വീഡിയോ കണ്ടത്, പിന്നെ ഒരു ബർത്ത്ഡേ ക്യാൻഡിൽ കത്തിച്ചപ്പോൾ കുട്ടി നേരെ അത് കണ്ടപ്പോൾ തൊഴുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം ഈ രീതിയിലാണ് ശീലങ്ങൾ, ഒരു ക്യൂ അതിനുള്ള റെസ്പോൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ ശീലങ്ങൾ പഠിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ യാന്ത്രികമായി ആവർത്തിക്കപ്പെടുക ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്ര തവണ നമ്മൾ ആവർത്തിക്കുമ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ ശരീരം തന്നെ, അവർ ബോഡീസ് ആർ ചേഞ്ച് ബൈ എക്സ്പീരിയൻസ്. അപ്പോൾ 5 തവണ ആവർത്തിക്കുന്ന ഒരു ശീലവും 100 തവണ ആവർത്തിക്കുന്ന ഒരു ശീലവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആവർത്തിക്കുന്നതിനനുസരിച്ച് ശീലം ഉറക്കുന്നു എന്ന് പറയാം, ഉറക്കുകയാണ്. അപ്പോൾ എത്രത്തോളം തീവ്രമായി അനുഷ്ഠാനങ്ങൾ ആവർത്തിക്കുന്നു അത്രക്കും കൂടുതൽ അയാൾ തീവ്രവാദിയാവുന്നു. ദ മോർ പാഷനേറ്റ്ലി വി റിപ്പീറ്റ് എ റിച്വൽ ദ മോർ റാഡിക്കൽ വി ബിക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശീലിച്ചത് പാലിക്കുന്ന മസ്തിഷ്കം അതിനുണ്ടല്ലോ. ഏതെങ്കിലും ശീലിച്ച എന്ത് ഒരു റെസ്പോൺസ് ആയാലും, നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ പറയുന്നത് കേവലം മോട്ടോർ റെസ്പോൺസ് മാത്രമല്ല കേട്ടോ. ഹാബിറ്റ്സ് ഓഫ് അറ്റൻഷൻ, ഹാബിറ്റ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, ഹാബിറ്റ്സ് ഓഫ് ആക്ഷൻ, ഇതൊക്കെ തന്നെയും. പിന്നെ ഹാബിറ്റ്സ്, ഈ ഹാബിറ്റ്സ് ആവർത്തിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നതും ചിന്തിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ് മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മസ്തിഷ്കത്തിൻ്റെ ഈ മുൻഭാഗത്തുള്ള മനുഷ്യനിൽ വളരെ വികസിതമായിട്ടുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് നമ്മൾ ചിന്തിച്ച് തീരുമാനിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത്. അതേസമയം ആവർത്തിച്ചുറപ്പിക്കപ്പെട്ട ശീലങ്ങൾ ഏർപ്പെടുമ്പോൾ സ്ട്രയാറ്റം എന്ന് പറയുന്ന മസ്തിഷ്കത്തിൻ്റെ ആഴത്തിലും അടിയിലുമുള്ള, നിങ്ങൾ ചിത്രത്തിൽ കാണാതെ, ആഴത്തിലും അടിയിലുള്ള പുരാതന ഭാഗമാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഏതായാലും മതത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ റിച്വൽസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വിചാരിക്കേണ്ട. എല്ലാ ശീലങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ അത് കേവലം കുട്ടികളുടെ കാര്യം മാത്രമാണ് പറയുന്നത് വിചാരിക്കേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡ്രൈവിംഗ് ഫോർ എക്സാമ്പിൾ, 18 വയസ്സ് കഴിഞ്ഞാണല്ലോ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഞാനൊക്കെ 35 വയസ്സായിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വികസിത മസ്തിഷ്കത്തിന് വലിയ ജോലിയാണ്. നമ്മുടെ ഈ നിയോ കോർട്ടക്സിന് വലിയ ജോലിയാണ്. കാര്യം വെച്ചാൽ ഓരോ കാര്യവും നമ്മൾ ബോധപൂർവം ചിന്തിച്ചുറപ്പിച്ചു വേണം ചെയ്യാൻ. ഇടത്ത് കാല് കൊണ്ട് ക്ലച്ച് ചവിട്ടി, അത് നമ്മളെ പിന്നെ കളരിപ്പയറ്റിൽ പറഞ്ഞ പോലെയാണ്, ഇടത് കാൽ മുമ്പോട്ട് വെച്ച് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇടത് കാൽ ക്ലച്ച് വെച്ച് ഇടത്ത് കൈ കൊണ്ട് ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിലേക്ക് വലിച്ചിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാതെ ഗിയർ ഫസ്റ്റിലേക്ക് മാറ്റി, ക്ലച്ചിൽ നിന്ന് ഇടത്ത് കാൽ എടുത്ത് വലത്ത് കാല് കൊണ്ട് ആക്സിലേറ്റർ അമർത്തി, ഇതൊക്കെ ഓരോന്നും നമ്മൾ ഈ ഓർക്കസ്ട്ര മുഴുവനും ആലോചിച്ച് ഉറപ്പിച്ച് വേണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്തു തുടങ്ങാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്പീഡ് കുറക്കേണ്ടി വന്നാൽ അയ്യോ എന്ന് വിളിച്ചിട്ട് നമ്മൾ ഇതൊക്കെ വീണ്ടും ഇതൊക്കെ ആലോചിച്ച് ഇടത്ത് കാലും വലത്ത് കാലൊക്കെ ഓലക്കാൽ ശീലക്കാൽ എടുത്ത് വെച്ചിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അത് വലിയ ജോലിയാണ്. പക്ഷെ കുറേ തവണ ചെയ്യുമ്പോൾ ഒന്നാണ് ഇതൊക്കെ ഓട്ടോമാറ്റിക് ആവും. നമ്മുടെ പുരാതന മസ്തിഷ്കം, സ്ട്രയാറ്റം, ഇതൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ സ്പീഡ് കുറക്കേണ്ടി വന്നാലും ഇതൊക്കെ ഇടത്തുകാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ചിലേക്ക് പോയിക്കോളും. പോയിട്ട് ഇപ്പോൾ ഒരു ഒഴിവ് ദിവസം ഞാൻ ഹോസ്പിറ്റലിൻ്റെ വഴിക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോവും. അങ്ങനെയാണ് ഡ്രൈവിങ്ങിൻ്റെ ഒരു രീതി, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മളൊന്നും അങ്ങനെ ഓട്ടോമാറ്റിക് മോഡിൽ അങ്ങനെ പോയിക്കൊള്ളും സാധനം. അപ്പോൾ ഈ വിശ്വാസ പ്രസ്ഥാനങ്ങളുടെ ആചാരങ്ങളും ചിന്താരീതിയും സ്വായത്തമാക്കുക എന്ന് പറയുന്നത് മസ്തിഷ്കം മറ്റേതൊരു ശീലവും ആചാരാനുഷ്ഠാനവും ഒക്കെ ആർജിക്കുന്നതിന് സമാനമായിട്ടാണ് എന്ന കാര്യമാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രത്യയശാസ്ത്രബദ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്തിയുടെ
അനുഷ്ഠാനത്തിൽ ട്രെയിനിങ് നേടുക എന്നാണ് ചുരുക്കം പറഞ്ഞാൽ. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവഭക്തി എന്ന് മാത്രമല്ല, മതഭക്തി എന്ന് മാത്രമല്ല, പ്രസ്ഥാന ഭക്തിയോ നേതൃഭക്തിയോ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പൊതുവെ ആളുകളുടെ വിചാരം പിന്നെ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹത്തായ കാര്യം എന്നാണ്. പക്ഷേ ഭക്തി സംഭവിക്കുന്നത് വാസ്തവത്തിൽ വ്യക്തി ഇല്ലാതാവുക എന്നുള്ളതാണ് ഭക്തി സംഭവിക്കുന്നത്. ഈ വിശ്വാസ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു വിവിധങ്ങളായ അനുഷ്ഠാനങ്ങളുടെ ഒക്കെ ഒരു ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തി പ്രധാനമല്ല, പ്രസ്ഥാനമാണ് പ്രധാനം, ഞാൻ അതിൻ്റെ ഒരു അംശം മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെ ട്രെയിൻ ചെയ്യപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ നില എത്തുന്നത്. അതുകൊണ്ട് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു അപകടകരമായ ഒരു കുറുക്ക് വഴിയാണ് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. ഈ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളും വിധികളും വിലയിരുത്തലുകളുമാണ് പ്രധാനം എന്നുള്ള, അതുപോലെ തന്നെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ദൈവവിരോധമാണ്, പ്രസ്ഥാന വിരോധമാണ് എന്നൊക്കെയുള്ള ബോധ്യത്തിൽ അങ്ങനെ കഴിയുന്ന ഒരാൾ വളരെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യപ്പെടും. ആ വ്യക്തി പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക, മരിക്കണമെങ്കിൽ മരിക്കുക എന്നുള്ള മനോനില ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ദുരന്തമാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് അപകടകരമായൊരു ഷോർട്ട് കട്ടാണ്, രോഗത്തേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഈ മർത്യരെ പറ്റമായി മേച്ചിടുന്ന ആട്ടിടന്മാർക്ക് ആവശ്യം ഇങ്ങനെയുള്ള പ്രസ്ഥാന മനുഷ്യരെയാണ് താനും. അപ്പോൾ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, സ്ട്രയാറ്റം എന്ന് പറഞ്ഞുള്ള മസ്തിഷ്ക ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രത്യയശാസ്ത്ര ശീലങ്ങൾ അടക്കമുള്ള ശീലങ്ങളുടെ രൂപീകരണത്തിൽ ഈ മസ്തിഷ്ക ഭാഗങ്ങൾ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമാണ് കോഗ്നിറ്റീവ് റിജിഡിറ്റി എന്നതാണ് പ്രത്യയശാസ്ത്ര മസ്തിഷ്കത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന ഒരു പഠനത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ചുരുക്കി പറഞ്ഞാൽ ആ പഠനത്തിൻ്റെ ഫലം ഇതായിരുന്നു: ഏറ്റവും അധികം കോഗ്നിറ്റീവ് റിജിഡിറ്റി പ്രദർശിപ്പിക്കുന്ന വ്യക്തികൾ, ഏറ്റവും അധികം കോഗ്നിറ്റീവ് റിജിഡിറ്റി ഉള്ള വ്യക്തികളിൽ ചില ജനിതക സവിശേഷതകളുണ്ട് അവർ കണ്ടെത്തുന്നത്. ഈ ജനിതക സവിശേഷതയുടെ മസ്തിഷ്ക പ്രഭാവം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ബ്രെയിൻ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ, അതായത് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, യുക്തിചിന്ത ഇതൊക്കെ നിർണ്ണയിക്കുന്ന നവീന മസ്തിഷ്കത്തിൻ്റെ ഭാഗത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറയുന്നു. അതേസമയം ശീലങ്ങൾ സൃഷ്ടിച്ച് നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന സ്ട്രയാറ്റം എന്ന പുരാതന മസ്തിഷ്ക ഭാഗത്ത് ഡോപ്പമിൻ്റെ അളവ് കൂടുതലുമാണ്. ഈ അധികമായ, അമിതമായ, ഏറ്റവും കൂടുതൽ കോഗ്നിറ്റീവ് റിജിഡിറ്റി ഉള്ള ആൾക്കാർക്ക് എന്നൊരു പഠനം, അത് അങ്ങനെയുള്ള ജനിതക പ്രത്യേകത ചില ആൾക്കാർക്കുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളൊരു പൊതു സൂചനയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചില മസ്തിഷ്ക പ്രത്യേകതകൾ കണ്ടെത്തി എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ചില മനുഷ്യരുടെ ജനിതക പ്രത്യേകത കാരണം അവരുടെ മസ്തിഷ്കങ്ങൾ കോഗ്നിറ്റീവ് റിജിഡിറ്റി കൂടിയ പ്രത്യയശാസ്ത്ര മസ്തിഷ്കങ്ങളായി തീരാതെ തരമില്ല. ബയോളജി ഈസ് ഡെസ്റ്റിനി എന്നല്ല, അത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അങ്ങനെയൊന്നും ഇതർത്ഥമില്ല. അവിടെ എപ്പിജെനറ്റിക്സിന് വളരെ പ്രധാനമുണ്ട്. അവിടെയാണ് എപ്പിജെനറ്റിക്സിന് പ്രാധാന്യം വരുന്നത്. ഈ ജീനുകൾ സജീവമാകുമോ, നിഷ്ക്രിയമാകുമോ, നിരോധിതമാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾക്ക് പങ്കുണ്ട് എന്നതാണ് എപ്പിജെനറ്റിക്സിൻ്റെ തിരിച്ചറിവ്. അപ്പോൾ ഇവിടെ ഈ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി അല്ല, അതുകൊണ്ട് ഈ പ്രത്യയശാസ്ത്ര കാർക്കശ്യത്തിൻ്റെ രൂപീകരണത്തെ വിലയിരുത്തുന്നതിനായി ഒരു എപ്പിജെനറ്റിക്സ് ഓഫ് എക്സ്ട്രീമിസം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ലിയോർ സ്മിഗ്രോഡ് അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി കൂടുതൽ ഉണ്ടാവാൻ, ഇപ്പോൾ ജനിതക സാധ്യതകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഫ്ലെക്സിബിലിറ്റി കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള, ലിബറലായിട്ട് വളരാൻ സാധ്യതയുള്ള മസ്തിഷ്ക ഘടനയുമായിട്ട്, ജനിതക ഘടനയുമായിട്ട് ഒരാൾ ജനിച്ചു വരുന്നത് വളരെ പ്രത്യയശാസ്ത്രബദ്ധവും സർവാധിപത്യ ബാധിതവുമായ ഒരു സമൂഹത്തിലാണ് കരുതുക. അവിടെ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ആചാരങ്ങൾ, പെരുമാറ്റത്തെയും ചിന്തയെയും നിയന്ത്രിക്കുന്ന സാമൂഹിക ചട്ടങ്ങൾ, ഇതൊക്കെ കർശനമായി പാലിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ഇതുപോലൊരു ജനിതക ഘടനയുള്ള ഒരാൾ ജനിക്കുന്നതെങ്കിൽ ആ ജനറ്റിക് പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു സ്വതന്ത്ര ചിന്തകയായിട്ട് വളരാൻ അവർക്ക് സാധിക്കില്ല. കാരണം അത് ആ സമൂഹം, അവർ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് അനുസരിച്ച് അത് സാധ്യമല്ല. അതുപോലെ കോഗ്നിറ്റീവ് റിജിഡിറ്റിക്ക്, നമ്മൾ നേരത്തെ കണ്ട പോലെ കോഗ്നിറ്റീവ് റിജിഡിറ്റിക്ക് അനുയോജ്യമായ ജനിതക ഘടനയുള്ള ഒരാൾ ഇതുപോലെ ഒരു സമൂഹത്തിൽ ജനിച്ചു വളരുന്നുണ്ടെങ്കിൽ അയാളുടെ ജനിതക സാധ്യതകൾ അവിടെ പ്രകടമാകാൻ സാധ്യതയുണ്ട്, ഒരു തീവ്രവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ റിജിഡിറ്റി പ്രോണായിട്ടുള്ള ജന്യൂടൈപ്പുള്ള ഒരാൾ ഒരു മതേതരവും ഉദാരവും സഹിഷ്ണുതാപൂർണവും വംശീയതാ വിരുദ്ധവും ലിംഗനീതി പുലരുന്നതുമായ ഒരു തുറന്ന സമൂഹത്തിലാണ് ജനിച്ചതെങ്കിലോ അവിടെയും ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ സമഗ്രാധിപത്യ സമൂഹത്തിലേതുപോലെ തീവ്രവാദിയായി മാറാനുള്ള സാധ്യത
താരതമ്യേന കുറവായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു എപ്പിജെനറ്റിക്സ് വീക്ഷണത്തിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഞാനത് അവസാനിപ്പിക്കുകയാണ്. ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഓഫ് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസിൻ്റെ അടിസ്ഥാന സങ്കല്പം തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഈ കോഴിയോ മുട്ടയോ ആദ്യം ഉണ്ടായിരുന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാണ് നമുക്ക് മനസ്സിലാവും. ആ ചോദ്യത്തെ പുനർവ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്നാണ്. ആദ്യം വരുന്ന ഏതാണ്? കോഴിയോ മുട്ടയോ എന്ന ചോദ്യത്തിന് പകരം കാരണങ്ങളും അനന്തരഫലങ്ങളും പരസ്പരം തുടരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ചില മസ്തിഷ്ക സവിശേഷതകൾ ആൾക്കാരെ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ആകൃഷ്ടരാക്കുന്നുവെന്നും അതേസമയം പ്രത്യയശാസ്ത്രങ്ങൾ അവയെ സ്വീകരിക്കുന്ന മനുഷ്യരുടെ മസ്തിഷ്ക പ്രവർത്തന രീതിയെയും ശാരീരിക സംവേദനങ്ങളെയും സവിശേഷ രീതിയിൽ രൂപപ്പെടുത്തുന്നുവെന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഇങ്ങനെ തുടരുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ഡോഗ്മാറ്റിക്കും കൂടുതൽ അസഹിഷ്ണുക്കളും ആവുന്നത്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഈ ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഓഫ് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസിൻ്റെ പരിഹാരം നെസ്റ്റിനെ കൂടിനെ കൂടി അവരേത് സാഹചര്യത്തിൽ വളരുന്നു എന്നതിനെ കൂടി പരിഗണിക്കുന്നതിലൂടെ ഉണ്ടാവുന്നതെന്ന് പറയാം. ഒരാളുടെ വ്യക്തിത്വഘടനയും പ്രത്യയശാസ്ത്ര ചായ്വുകളും എല്ലാം രൂപപ്പെടുന്ന വേളയിൽ അയാളെ വലയം ചെയ്യുന്ന സാമൂഹ്യ സാഹചര്യം ഏതാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്കുലർ ലിബറൽ ഓപ്പൺ ടോളറൻറ്റ് ആൻറ്റി റേസിസ്റ്റ് ആൻറ്റി സെക്സിസ്റ്റ് എൻവയോൺമെൻ്റ് ആണ് അയാൾ നെസ്റ്റെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര രോഗസാധ്യത ഉള്ള ആൾക്ക് പോലും അങ്ങനെ ഒരു രോഗമായി മാറാനുള്ള സാധ്യത കുറയും. തിരിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത് ഇന്നത്തെ നിലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദാരവും സഹിഷ്ണുതാപൂർണവും വംശീയതാവിരുദ്ധവും ലിംഗനീതി പുരതുമായ ഒരു തുറന്ന സമൂഹത്തിൽ ഇതുപോലെ ടോക്സിക് ഡോക്ട്രിൻസിൻ്റെ ആകർഷണ ശക്തി കുറയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അത് യാതൊരു തർക്കമില്ല, അതൊരു വശമാണ്. ഇന്നത്തെ നിലയിൽ ഈ നിലവിലുള്ള സ്വാതന്ത്ര്യത്തിനകത്ത് സ്വാതന്ത്ര്യചിന്താ പ്രവർത്തനം നടത്തുന്ന നമുക്ക് സ്പെസിഫിക്കലി ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഒരൊറ്റൊരു സജഷൻ കൂടെ പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. ഈ കൗമാരകാലം നവയൗവന കാലം എന്നുള്ളത് മസ്തിഷ്കം യാഥാർത്ഥ്യത്തിൻ്റെ മോഡലിനായി ദാഹിക്കുന്ന ഒരു അവസരമാണ് എന്ന് പറയും. ദി ഡിമാൻഡ് ഫോർ ആൻ എക്സ്പ്ലനേറ്ററി ഫ്രെയിം വർക്ക് ഈസ് പ്രസൻറ്റ് ഇൻ എവരി അഡോളസെൻറ്റ്. അപ്പം അങ്ങനെയുള്ള എക്സ്പ്ലനേറ്ററി ഫ്രെയിം വർക്ക്സ് നോക്കി നടക്കുന്ന യുവാക്കൾക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നത്? അതൊരു പ്രശ്നമാണ്. അത് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്നത് ഈ മനുഷ്യ മഹാദുരിതങ്ങളുടെ ഭീകര ചരിത്രമുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പോളിഷ്ഡ് വേർഷൻസാണ് നമുക്ക് കിട്ടാനുള്ളത്. അതവിടെയാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റുക. അവർ ഇതിങ്ങനെ ഈ പ്രത്യയശാസ്ത്ര പ്രചാരകർ കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങി സേവിക്കുന്ന ഈ ചെറുപ്പക്കാർ വിചാരിക്കുന്നത് എല്ലാ ചൂഷണത്തിൻ്റെയും എല്ലാ അസമത്വത്തിൻ്റെയും അൾട്ടിമേറ്റ് വൺ ആൻഡ് ഓൺലി എക്സ്പ്ലനേറ്ററി ഫ്രെയിം വർക്ക് ഞങ്ങൾക്ക് കിട്ടി, ഇനി വേറൊന്നും വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല. ഈ ടോക്സിക് ഡോക്ട്രിൻസ് അല്ലാതെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വിശദീകരണങ്ങളും വിശദീകരണ രീതിയും ലഭിക്കുന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഇതുപോലൊരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത് പോലും. ഈ പറഞ്ഞത് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല, ആ ഘട്ടം കഴിഞ്ഞവർക്കും ഇത് കുറേയൊക്കെ ബാധകം തന്നെയാണ്. മസ്തിഷ്കം എന്നത് എല്ലാ കാലത്തും പ്ലാസ്റ്റിക്കാണ്. എല്ലാ കാലത്തും അതിന് സ്വയം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ്. ഇപ്പോൾ സെക്കുലർ ലിബറൽ ഓപ്പൺ ടോളറൻറ്റ് ആൻറ്റി റേസിസ്റ്റ് ആൻറ്റി സെക്സിസ്റ്റ് എൻവയോൺമെൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നേരത്തെ പറഞ്ഞ കാര്യമാണ്. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെയും അപകടകരമായ വിശ്വാസ പ്രസ്ഥാനങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് ശക്തിപ്പെടുന്നത് നമ്മൾ കാണുന്നു. പ്രത്യയശാസ്ത്രങ്ങളുടെ എളുപ്പവഴി നേരത്തെ പറഞ്ഞാണ്. പ്രത്യയശാസ്ത്രങ്ങളുടെ എളുപ്പവഴി തേടുക എന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സ്ഥിരം പ്രവണതയാണ്. ഇതിനെതിരെയുള്ള ബോധപൂർവമായ പ്രവർത്തനം ഓരോ തലമുറയിലും ഓരോ ദശകത്തിലും ഓരോ വർഷത്തിലും ഓരോ മണിക്കൂറിലും ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇതൊരു സിസഫിയൻ ടാസ്ക്കാണ്. ഇതാണ് നേരത്തെ പറഞ്ഞത്. കല്ലിൻ്റെ രീതി താഴോട്ട് പോവുക എന്നതാണ്. ഓരോ തവണ കല്ല് താഴെ കുരുളുമ്പോഴും അത് കഷ്ടപ്പെട്ട് ഉരുട്ടി മുകളിലോട്ട് കയറ്റുക തന്നെ വേണം. ഈ തരത്തിൽ ഒരു ഓപ്പൺ സൊസൈറ്റിയെ, തുറന്ന സമൂഹത്തെ സംരക്ഷിക്കുകയും പ്രത്യയശാസ്ത്രങ്ങളുടെ മാരകമായ ആകർഷണത്തെ മയപ്പെടുത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം, എ സോഷ്യൽ കോണ്ടെക്സ്റ്റ് that will subdue the allure of ideological dogmas, അത് നിലനിർത്തുകയും ചെയ്തില്ലെങ്കിൽ മനുഷ്യ മസ്തിഷ്കങ്ങൾ എളുപ്പവഴി തേടും, പ്രത്യയശാസ്ത്രങ്ങളിൽ നീങ്ങും, സമൂഹം നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വഴിക്കുള്ള പ്രവർത്തനങ്ങൾ മടുപ്പില്ലാതെ, മടുപ്പ് പലപ്പോഴും എനിക്ക് മടുപ്പ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, മടുപ്പില്ലാതെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമാപൂർവ്വം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.